അതൊരു വലിയ ചോദ്യമാണ്. അച്ഛമ്മ പറഞ്ഞു കിട്ടില്ല, അതെന്തായാലും കിട്ടില്ല. ഈ പറയുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ എല്ലാവർക്കും അറിയാം. അത് ഇൻവിസിബിൾ വർക്കാണ്, അതിന് പേയ്മെന്റ് ഉണ്ടാവില്ല പലതിലും. അപ്പൊ ഹൗസ് ഹോൾഡ് കോഴ്സ് ആവട്ടെ, അത്തരം കാര്യങ്ങളിലൊന്നും എവിടെയും എഴുതപ്പെടാതെ പോകുന്ന വർക്കുകളായതുകൊണ്ട് അത് ഡബിൾ ലേബർ ആയിട്ട് വരുന്നു. സോഷ്യൽ പ്രഷർ കൂടുന്നു, നമ്മൾ പലയിടത്തും മീറ്റ് ചെയ്യേണ്ടി വരുന്നു. സോ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ അറിയാവുന്ന കാര്യങ്ങളുടെ ന്യൂറോ സൈക്കാട്രിയോ സൈക്കോളജിയോ മനഃശാസ്ത്രമോ അതിനെ പറ്റി പറഞ്ഞ് നമ്മൾ കേട്ട് കേട്ട് മടുത്താണ് ഹൗ ക്യാൻ വി മേക്ക് ദ ചേഞ്ച്, നമുക്ക് എങ്ങനെ ഇതിന് മാറ്റം വരുത്താം. പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ, നമ്മൾക്ക് ഉണ്ടാവുന്ന ബേർഡൻ എന്ന് പറയുന്ന അൺഹാപ്പിനെസ് അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്ന നമ്മൾക്ക് ബേസ്റ്റ് ചെയ്ത് സ്ട്രെസ് ബസ്റ്റേഴ്സ് ആവുമ്പോൾ, ബ്ലോക്ക് ബസ്റ്റർ ലെവലിൽ നിൽക്കുമ്പോൾ ഹൗ ക്യാൻ വി ബിക്കം ഗ്രൗണ്ടഡ്, നമുക്ക് എങ്ങനെ തിരിച്ചു വരാം എന്നുള്ളതിനുള്ള ബേസിക് ടേക്ക് ഹോം എവേ മെസ്സേജസ് ആണ് ഇന്നത്തെ നമ്മളുടെ ഒരു 1/2 to 45 മിനിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സയൻസ് ബേസ്ഡ് അല്ല, പ്രാക്ടീസ് ബേസ്ഡ് ആണ് ഇന്നത്തെ സെഷൻ. മിക്കപ്പോഴും ഞാൻ ചെയ്യുന്നതോ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്നതോ ഉപയോഗമായിട്ട് വന്നിട്ടുള്ള ബിഹേവിയർ തെറാപ്പി മെത്തേഡ്സും മെഷേഴ്സും ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതില് ഈ പാരഡോക്സിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഹാപ്പിനെസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റഡി സാധാരണ വരാറുണ്ട്. നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സ് കേൾക്കാറുണ്ട്. ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള രാജ്യങ്ങളിൽ ഏറ്റവും സന്തോഷമുള്ള രാജ്യം എവിടെയാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു ഗ്രേഡിങ് അവർ കൊടുക്കുന്നു. അപ്പൊ അതിൽ ഈ വർഷത്തെ ഹാപ്പിനെസ് റിപ്പോർട്ട് അവർ സ്റ്റഡി മുമ്പോട്ട് വെക്കുന്നു. അതിൽ അവർ വെക്കുന്ന ഒരു അനാലിസിസ് ഉണ്ട്, കെയറിങ് ആൻഡ് ഷെയറിങ്. അതായത് നമ്മൾ എത്രമാത്രം കെയർ ചെയ്യുന്നു, എത്രമാത്രം ഷെയർ ചെയ്യുന്നു, എത്രമാത്രം സോഷ്യൽ കണക്ഷൻസ് നമ്മൾക്ക് കൂടി വരുന്നു, എത്രമാത്രം പ്രോ സോഷ്യൽ ബിഹേവിയർ, ഇപ്പൊ നമ്മളുടെ ഈ പറയുന്ന തരത്തിലുള്ള സംഘടന പോലുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ എത്രമാത്രം ഇൻവോൾവ് ആവുന്നു, നമ്മൾ എത്രമാത്രം മറ്റുള്ളവരെ വിശ്വസിക്കുന്നു. ഞാൻ എല്ലാവരെയും പേടിച്ച് മറ്റുള്ളവരെ വിശ്വസിക്കാതെ നിൽക്കുന്നു എങ്കിൽ എന്റെ ദുഃഖം കൂടുകയുള്ളൂ. അപ്പൊ എന്റെ സന്തോഷം എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കുവാനുള്ള മെഷേഴ്സ് ആയിട്ട് ഈ കാര്യങ്ങളോ ഈ ട്രേഡ്സോ ഉള്ള രാജ്യങ്ങളിൽ കൂടുതൽ സന്തോഷമുള്ളതായിട്ട് ഇപ്രാവശ്യത്തെ ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ കൂടെ ഹാപ്പിനെസ് റിപ്പോർട്ടായിട്ട് അവർ പബ്ലിഷ് ചെയ്തപ്പോൾ അതിൽ സ്റ്റഡീസിൽ മെൻഷൻ ചെയ്യുന്നു. ഈ ഗുണങ്ങളെല്ലാം സ്ത്രീകൾക്കുണ്ട്. അതായത് ഇവയെല്ലാം ഉണ്ടായിട്ടും ഇത് ഏറ്റവും അധികം താരതമ്യേന, ഞാൻ എടുത്തു പറയുന്നു, താരതമ്യേന പുരുഷന്മാരെക്കാട്ടിലും കൂടുതൽ കെയർ ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ബാക്കിയുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നതും സ്ത്രീകളായെന്നിരിക്കെ സ്റ്റിൽ എന്തുകൊണ്ട് ഇവയിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസ് നമ്മളുടെ ബോഡിയിൽ അത്രമാത്രം റിസൾട്ട് വരുന്നില്ല? ഇത്രയധികം നമ്മൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും നമ്മൾക്ക് ഈ ഒരു സ്കിൽ എന്ന് പറയുന്നത്, ആശ്രിത വത്സ എന്ന് പറയുന്ന നമ്മൾക്ക് മറ്റുള്ളവരെ കെയർ ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇത്രമാത്രം ഉണ്ടായിട്ടും നമ്മൾ ചെയ്തിട്ടും അത് നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന ഒരു മാറ്റം എന്തുകൊണ്ട് വരുന്നില്ല? ആ ചോദ്യമാണ് ഹാപ്പിനെസ് പൊട്ടൻഷ്യൽ ഇൻ വുമൻ എന്ന് പറയുന്നതിന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതിന്റെ ആവശ്യകത. അപ്പോ അതില് ഏറ്റവും പ്രധാനം നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. നമ്മളൊരു ദിവസം രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പം അടുക്കളയിലായിരിക്കാം. രാവിലെ എഴുന്നേറ്റ് ഓടിപ്പോയി അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി ആയിരിക്കും തുടങ്ങുന്നത്. രാത്രി തീരുന്നത് അടുക്കള ഒതുക്കിയിട്ടായിരിക്കും ചിലപ്പോൾ. അതിനിടയ്ക്ക് നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, അതല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിലുള്ള ജോലിയായിരിക്കാം. നമ്പർ നമ്മൾ മീറ്റിംഗ്സിൽ പോകുന്നുണ്ടാവും. പക്ഷെ ഈ ഓരോ കാര്യങ്ങളിലും നമ്മളുടെ മുഖം എന്ന് പറയുന്നത്, നമ്മളുടെ ഐബ്രോസ് എന്ന് പറയുന്നത്, നമ്മളുടെ ഇമോഷൻ എന്ന് പറയുന്നത് മിക്കപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അതായത് ഐദർ ഇറ്റ് ഈസ് റേസ്ഡ് ഐബ്രോ, നമ്മൾ ഒന്നെങ്കിൽ കുറച്ചൊന്ന് റേസ്ഡ് ആയിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് അത്തരത്തിൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് കൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്, അത് ഷെയറിങ് ആവട്ടെ കെയറിങ് ആവട്ടെ, എന്ത് ഷെയറിങ്ങോ ഏത് കെയറിങ്ങോ എന്ത് തരത്തിലുള്ള സോഷ്യൽ ആക്ടിവിറ്റീസോ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്നത് ഇറിറ്റേഷനുള്ള ഒരു മൂഡോട് കൂടിയാണെങ്കിൽ, നമ്മളുടെ അഫക്റ്റ് എന്ന് പറയുന്നത് അത്തരത്തിലാണെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഈ ഹോർമോണൽ ചേഞ്ചസ് ഒന്നും വരില്ല. ഹാപ്പിനെസിന്റെ സ്വിച്ച് നമ്മളുടെ ശരീരത്തിൽ ഓൺ ആവില്ല. അപ്പൊ അത് ഓൺ ആക്കണമെങ്കിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് ആണ് മാറേണ്ടത്. നമ്മൾക്ക് ആ ഒരു കാര്യം ചെയ്യുന്ന വസ്തുവിൽ നമ്മൾക്ക് മൾട്ടി ടാസ്കിങ് ഉണ്ടെങ്കിലും നമ്മളുടെ തലച്ചോറിന് ഓവറായിട്ട് ചിന്തിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് പല 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 ചിന്തകൾ വരും. ഇവിടെ ഇരിക്കുമ്പോൾ അടുത്ത കാര്യം ചെയ്യണം, അതിനടുത്ത കാര്യം ചെയ്യണം. ആ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചിന്തിക്കാനുള്ള ഒരു സ്കില്ലിലേക്ക് നമ്മൾ വരില്ല. അപ്പോൾ ആ ഒരു പ്രസന്റിലേക്ക് നമ്മൾ എങ്ങനെ തിരിച്ചു വരാം, ആ പ്രസന്റിൽ നമ്മൾ എങ്ങനെ നിൽക്കാൻ പറ്റുന്നു, അതിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമേ നമ്മളുടെ മൈൻഡ് സെറ്റ്, നമ്മളുടെ കരിയർ ആവട്ടെ, നമ്മുടെ റിലേഷൻഷിപ്പ് ആവട്ടെ, അതുപോലെ നമ്മളുടെ ഇമോഷൻസ് ആവട്ടെ, നമ്മൾക്ക് സ്വന്തമായിട്ട് സെൽഫ് കെയറിനാവട്ടെ നമ്മളെ മുൻപിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ മൈൻഡ് സെറ്റ് മാറ്റണമെങ്കിൽ നമ്മൾക്ക് എവിടെ തുടങ്ങണം, എന്തൊക്കെ ചെറിയ 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 മാറ്റങ്ങൾ. ഓക്കെ, ഇറ്റ്സ്
എളുപ്പമാണ്. നമുക്ക് നാളെ തൊട്ട് നെറ്റി ചുളിക്കാതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ സമയം നോക്കാതെ വേഗം 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 കാര്യം ചെയ്യണം എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ചെയ്തു വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തോട്ട്സ് വരും. നമ്മുടെ തലച്ചോറ് അങ്ങനെയാണ് വയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വയറിംഗ് ഒന്ന് റീഫ്രെയിം ചെയ്യണമെങ്കിൽ, റീമോൾഡ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് വേണ്ടുന്ന കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മളുടെ ഒരു എന്താ പ്രശ്നം എന്ന് തിരിച്ചറിഞ്ഞാലേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. മൈൻഡ് സെറ്റിന് നമ്മളുടെ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മളുടെ 2 ടൈപ്സ് ഓഫ് മൈൻഡ് സെറ്റാ. ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റും ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റും. 2 രീതിയിലാണ് നമ്മൾ അതിനെ പറയാം. അപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഫിക്സഡ് മൈൻഡ് സെറ്റിലാണോ ഗ്രോത്ത് മൈൻഡ് സെറ്റിലാണോ? അപ്പൊ അത് നമ്മൾ ആദ്യം നമ്മളെ തന്നെ ഒരു വിലയിരുത്തണം. ഈ ഒരു കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ, ഒരു ആമയുടെയും മുയലിന്റെയും കഥ. അറിയാത്തവരായിട്ട് ചെറിയ കുട്ടികളാവട്ടെ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല, അവർക്ക് ന്യൂ ജെൻ ആയിട്ടുള്ള പുതിയ 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 കാർട്ടൂൺസ് ഉണ്ടാവുള്ളൂ, പഴയ കഥകൾ അറിയില്ല. പക്ഷെ ഞങ്ങൾ വരെയുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശേഷമുള്ള തലമുറ വരെ ആമയും മുയലിന്റെയും കഥ അറിയാം. ഇതിൽ ആരെങ്കിലും ഒരാള് ഈ പറയുന്ന സ്റ്റോറിയെ പറ്റിയിട്ടുള്ള ഒരു നമ്മളുടെ അഭിപ്രായം പറയുമോ? അതായത് ഈ ആമയും മുയലും ഉള്ള 2 ക്യാരക്ടേഴ്സ്, ഈ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾക്ക് അവരെ പറ്റിയിട്ട് എന്താ തോന്നുന്നത്? ഇതൊരു ഫെയർ സ്റ്റോറി ആയിരുന്നു, അല്ലെങ്കിൽ ഈ സ്റ്റോറി നൽകുന്ന ഗുണപാഠം നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന്. പക്ഷെ നമ്മൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് തോന്നുന്നത് എന്താണ്? ആരെങ്കിലും ഒന്നും അൺമ്യൂട്ട് ആക്കിയിട്ട് പറയോ? ഇത് മോണോലോഗായിട്ട് പോയാൽ ശരിയാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് സെഷന് ഇടയ്ക്ക് ഇന്ററാക്ഷൻ വെക്കുന്നത്. നിങ്ങൾക്ക് ഈ കഥയിലെ കഥാപാത്രങ്ങളെ കുറിച്ചോ അവരുടെ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടോ നിങ്ങളുടെ ഉള്ളിലുള്ള ഇമേജ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഹലോ, പറയൂ. അതായത് ഇപ്പൊ മൊയിലാണെങ്കിൽ ഓവർ കോൺഫിഡൻസോട് കൂടി ചെയ്യാൻ പറ്റും എന്ന് നമ്മുടെ പുറകെ വരുന്ന ആള് എന്റെ അത്രയും വരില്ല എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് അവിടെ നിന്നത്. അത് കാരണം അത് പരാജയപ്പെട്ടു. ആമയാണെങ്കിൽ ഒരു കൺസിസ്റ്റൻസി വെച്ചിട്ട് അവരുടെ മുന്നിൽ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ ഒരു പേസ് മെയിൻറ്റെയിൻ ചെയ്ത് പോയത് കാരണം അച്ചീവ് ചെയ്യാനും പറ്റി. അപ്പൊ നമ്മൾക്ക് എന്താണ് നമ്മുടെ ഒരു ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾക്ക് ആദ്യം അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിൽ പവർ വേണം, അതിനെങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഐഡിയ വേണം. അങ്ങനെ ചെയ്താൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും. അല്ലാതെ ഓവർ കോൺഫിഡൻസോടുകൂടി നമ്മളും എനിക്ക് പറ്റും എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊരു മടിയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ പരാജയപ്പെടും. അതാണ് എന്റെ മൈൻഡിലേക്ക് തോന്നിയത് കേട്ടോ. ഡോക്ടർ, ഞാൻ ചോദിക്കട്ടെ, നമുക്കപ്പം ശരിക്കും ഇതിൽ ആമ ജയിക്കണായിരുന്നോ മുയൽ ജയിക്കണായിരുന്നോ? ആമ ജയിക്കണോ ചോദിച്ചാൽ ആമയുടെ ഒരു ഹാർഡ് വർക്ക് കൊണ്ടാണ് ആമ ജയിച്ചത്. വിചാരിക്കണ്ട, തിയറി എത്തിക്സ് ഒന്നും വിചാരിക്കണ്ട, ഉള്ളിന്റെ ഉള്ളിൽ അല്ല, അമ്മയുടെ ഒരു വിൽ പവർ കൊണ്ടും ആളുടെ ഒരു ഹാർഡ് വർക്കും കൊണ്ടാണല്ലോ ജയിച്ചത്. അപ്പൊ അവരുടെ ഒരു മൈൻഡ് നോക്കുമ്പോ ആമഞ്ഞ വെച്ചാ അവരുടെ ഹാർഡ് വർക്കിനാണ് നമുക്ക് അവിടെ വില കൊടുക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, പ്രിയ ഡോക്ടർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ പറയാം. ഡോക്ടർ ആ സ്റ്റാൻഡിൽ നിൽക്കണോണ്ട് അത് ആ രീതിയിൽ ചിന്തിക്കും. ഒരു മെജോറിറ്റിക്ക് ചിലപ്പോൾ ഉള്ളിന്റെ ഉള്ളില്, ചിലപ്പോൾ ഈവൻ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ശരിക്കും ഇതിനകത്ത് മുയലല്ലേ ജയിക്കേണ്ടിയിരുന്നത്, ആമയ്ക്ക് ഒട്ടും അത്രമാത്രം കഴിവില്ലല്ലോ ഇത് ചിലപ്പോ നമ്മൾ ചിന്തിച്ചു പോവാം, എനിക്കറിയില്ല. കുറെ അധികം ഒരു കോമൺ തിങ്കിങ്ങിനകത്ത് ഈ ഒരു പ്രശ്നം വരാറുണ്ട്. കാരണം മൊയലിനുള്ള ഒരു സ്കില്ല് അവിടെ മൊയല് സ്മാർട്ട് അല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മൊയലിന്റെ മടി കാരണം, ഓവർ കോൺഫിഡൻസ് കാരണം, അപ്പൊ നമ്മളാവുമ്പോ നമുക്ക് ആ ബെറ്റർ ആയിട്ടുള്ള ഒരു മൊയലാവാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്കില്ലുള്ള ഒരു മൊയലാവാൻ, അതല്ലെങ്കിൽ അത്തരം മൊയലിന്റെ തെറ്റുകൾ ഇല്ലാത്ത ഒരു മൊയലാണെങ്കിൽ നമ്മൾക്ക് ജയിക്കാൻ പറ്റില്ലേ എന്ന് ചിന്തിക്കുന്നവരാരുമില്ല. എനിക്ക് തോന്നുന്നത് ഡോക്ടർ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ് സാധാരണ സ്റ്റഡിയാണെന്ന് തോന്നുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ശരി സിനു ഡോക്ടറെ, അപ്പൊ അത് ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ കൺവെൻഷണൽ തിങ്കിങ് ആണ് ഈ പറയുന്ന സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുന്നത്. പക്ഷെ റിയാലിറ്റിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ പലപ്പോഴും നമുക്ക് ആ പെർസിസ്റ്റൻസ് കിട്ടില്ല. നമ്മളെല്ലാവരും നമ്മളുടെ ഒരു കൾച്ചറിൽ ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, ഈ രീതിയിലാണ് ചെയ്യേണ്ടത്, ഓക്കെ നമുക്കറിയാം, നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ പലപ്പോഴും വർക്ക് ചെയ്യുന്നു കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഡെസ്പെറേറ്റ് ആയിട്ട് നമ്മൾ തോന്നുന്ന ഒരു ബേസിക് തോട്ട്, പലപ്പോഴും പലർക്കും ഉണ്ടാവുന്ന കോംപ്ലക്സിന്റെ ഏറ്റവും പുറകിലുള്ള ഒരു കാരണം, എനിക്ക് സ്കില്ല് കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്താത്തത്, അല്ലെങ്കിൽ എനിക്ക് സ്കില്ല് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സക്സസ്ഫുൾ ആയേനെ.
ഞാൻ സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, ഒരു സൂപ്പർ പവർ ഉണ്ടായിരുന്നെങ്കിൽ, അതർവൈസ് എനിക്ക് അത്രയ്ക്ക് ഐക്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സക്സസ് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യണമെങ്കിൽ, ശരിയാണ്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലേ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ആ വർക്ക് ചെയ്യുന്നതിന്റെ പാറ്റേണിനകത്ത് എത്ര പേർക്ക് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നതിനകത്ത്, ഡോക്ടർ പറഞ്ഞ പോലെ ആ സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്നതിൽ റിയൽ ലൈഫിൽ നമുക്ക് ഫോക്കസ് കൊടുക്കുന്നത് വളരെ കുറച്ചു പേരായിരിക്കും. നമ്മൾ വർക്ക് ചെയ്യണു, റിസൾട്ട് കിട്ടുന്നില്ല, നമ്മൾ മടുത്തു. ഓക്കെ, നമ്മളുടെ ഒരു കരിയർ എവിടെ എത്തുന്നില്ല, നമ്മൾ മടുത്തു. പക്ഷെ നമ്മൾ എവിടെയാണ് ചേഞ്ച് വരുത്തേണ്ടത്, നമ്മളുടെ ആ ഒരു ഫെയിലിയറിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എത്രമാത്രം വരുത്തണം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പ്രസന്റിൽ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ നമ്മൾക്കൊരു ആറ്റിറ്റ്യൂഡ് വരണം എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ തിങ്. അപ്പോ നമ്മളുടെ ഉള്ളിൽ നമ്മളൊരു എപ്പോഴും കഴിവുള്ള ഒരു ഹെയർ ആവണം എന്നുള്ളതല്ല, അതായത് ഒരു സൂപ്പർ ആയിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ഒരാളല്ല ഞാൻ എന്നുള്ള ഒരു ഇൻഫീരിയോറിറ്റി ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഓവറായിട്ട് ചെയ്യും. ഇത് സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. വീട് പലപ്പോഴും ഭയങ്കര വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന പലരും ഉണ്ടാവും. OCD അല്ല ഞാൻ പറയുന്നത്. വീട് കാണുമ്പോൾ, നല്ല വൃത്തിയുള്ള ഒരു വീട് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് ഈ വീട്ടിൽ ആരാ താമസിക്കുന്നത്. നമ്മളുടെ ആദ്യത്തിൽ ഒരു ചിന്ത അതായിരിക്കും, ഓക്കെ, ഈ വീട് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ, ഈ വീട്ടിലുള്ളവർ അതിനെപ്പറ്റി അത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നു എന്നതിനെപ്പറ്റി. പലപ്പോഴും ആ ഒരു സ്ത്രീകൾക്ക്, ഹൗസ് വൈഫ് ആവട്ടെ ബാക്കിയുള്ളവരാവട്ടെ, ആ ഒരു അപ്രീസിയേഷൻ എന്ന് പറയുന്നത് വളരെയധികം അക്നോളജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഏറ്റവും അധികം സ്ട്രെയിൻ ചെയ്ത് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന, ഓവർ സ്ട്രെയിൻ ചെയ്ത്, ശാരീരികമായിട്ട് അവസ്ഥ വളരെ വീക്ക് ആണെങ്കിൽ പോലും വീട് വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അതിനുവേണ്ടി ഓവർ സ്ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു ഒബ്സഷൻ എന്ന് പറയുന്നത് ആൾക്കാർക്ക് അക്നോളജ് ചെയ്യണമെന്ന്. എൻ്റെ ഉള്ളിൽ എനിക്കൊരു സ്റ്റഫ് ഉണ്ട് എന്ന് തോന്നുന്നവർക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇൻഫീരിയോറിറ്റി ഉള്ളവര് പുറമേക്ക് നമ്മൾ എങ്ങനെ കാണിക്കണം, അവരുടെ ഒരു അപ്രീസിയേഷൻ എങ്ങനെ കിട്ടണം എന്നുള്ള ഒരു തോട്ടിലായിരിക്കും എപ്പോഴും പോണത്. അപ്പൊ ക്രിറ്റിസിസവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മളെ കൂടുതലായിട്ട് ബാധിക്കും. അപ്പൊ ഇത് മാറണമെങ്കിൽ നമ്മൾക്കപ്പം നമ്മളുടെ കരിയറിൽ നമ്മൾ കുറച്ചുകൂടി പ്രസന്റിൽ ഫോക്കസ് ചെയ്ത് ചേഞ്ചിലേക്ക് മുമ്പോട്ട് വരണം. അപ്പൊ അതിൽ സെൽഫ് പ്രൊമോഷൻ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് പലപ്പോഴും നമ്മൾ ഇപ്പൊ പുതിയ ഡോക്ടേഴ്സ് പലരും എങ്ങനെയൊക്കെയാണ് മീഡിയ യൂസ് ചെയ്യുന്നത്, അവരെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് പണ്ടൊക്കെ നമ്മൾ പറയും, ഓക്കെ, ഇത് നമ്മൾ സ്വയം പുകഴ്ത്തുന്നതാണ്, അത് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് എന്നുള്ള രീതി. പക്ഷെ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ ബിസിനസ് ലെവലിലേക്ക് എത്തിക്കണം എന്നുള്ളതിനെക്കാട്ടിലും അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആരും നമ്മളെ കുറിച്ച് അറിയില്ല. ലോകം നമ്മളുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ അവരിലേക്കും കൂടി ഇറങ്ങിച്ചെല്ലണം. അപ്പൊ കുറച്ചൊക്കെ സെൽഫ് കെയർ പോണം. ഈ മുയലിനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആമ മുമ്പോട്ട് പോകുമ്പോൾ ആമയ്ക്ക് വേണമെങ്കിൽ പോയിട്ട് മുയലിനെ എഴുന്നേൽപ്പിക്കായിരുന്നു. അയ്യോ, എന്റെ കൂടെയുള്ള ആളല്ലേ, ഉറങ്ങിക്കിടക്കല്ലേ, കഴിവുള്ള ആളല്ലേ, അങ്ങനെ എഴുന്നേൽപ്പിച്ചിട്ട് ആ മുയലിനെ സഹായിക്കാമായിരുന്നു. പക്ഷെ ആമയുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോവാ ചെയ്തത്. അത് സെൽഫിഷ്നെസ് ആണോ എന്ന് ചോദിച്ചാൽ ആദ്യം സ്വയം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്താലേ ചിലപ്പോൾ നമുക്ക് കൂടെയുള്ളവരെ താങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ പലപ്പോഴും നമ്മൾക്ക് ചുറ്റും ചില പാരസൈറ്റ്സ് ഇത്തിൽ എന്നുള്ളൊരു സ്വഭാവം ഉണ്ടാവുന്ന വ്യക്തികൾ ഉണ്ടാവാം. അതല്ലെങ്കിൽ ചില തോട്ട്സ് ഉണ്ടാവാം, പാരസൈറ്റിക് തോട്ട്സ് ഉണ്ടാവാം, പാരസൈറ്റിക് പീപ്പിൾ ഉണ്ടാവാം. ടോക്സിക് റിലേഷൻഷിപ്പ് എന്നല്ല ഞാൻ പറയുന്നത്, അത് ഒരു എക്സ്ട്രീം ലെവലാണ്. അതിലേക്കൊന്നും എത്താത്ത എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കണം. ഒരു കാര്യവും നമ്മളുടെ ബെനിഫിറ്റ്സ് മുഴുവൻ അവരായിരിക്കും എടുക്കുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ സമയം മുഴുവൻ അവരായിരിക്കും എടുക്കുന്നത്. നമുക്ക് നമ്മൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ ഒന്നും നമുക്ക് എഫേർട്ട് എടുക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഗ്ലോറി മുഴുവൻ അവരായിരിക്കും എടുക്കുക. നമ്മൾ ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് മുഴുവൻ ഉപയോഗിക്കുന്ന മറ്റൊരാൾ, ആ ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ചിന്തയാവാം. അത്തരത്തിൽ ഇത്തിൽ കണ്ണികളെ പോലെ നമ്മളുടെ ജീവിതത്തിൽ നിൽക്കുന്ന പല 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 വ്യക്തികളോ പല പല സന്ദർഭങ്ങളോ ഉണ്ടാവും. അത് കുടുംബത്തിലാവാം, വർക്ക് പ്ലേസിലാവാം, പലയിടത്തും ആവാം. അത് ചിലപ്പം ഭയങ്കരമായിട്ട് വന്ന് നമ്മളുടെ അടുത്ത് സങ്കടം പറയുന്ന വ്യക്തികളായിരിക്കും. ചിലപ്പോൾ അവരുടെ ആ ഒരു നെഗറ്റിവിറ്റി മുഴുവൻ നമ്മളുടെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ അവർക്കൊരു സമാധാനം. കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്താവും, ഡോക്ടറായിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ അല്ല ഞാൻ പറയുന്നത്, അവർക്ക് അത് പറയുന്നത് കൊണ്ട് സങ്കടം മാറുന്നില്ല. ബട്ട് അവർ വെറുതെ ഒരു സിമ്പത്തി കിട്ടാൻ വേണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കേട്ട് കഴിയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നു. അപ്പൊ ചിലപ്പോഴൊക്കെ ചില സ്ഥലങ്ങളിൽ ഒരു സമയത്തിനപ്പുറത്തേക്ക് നമ്മൾ സമയം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ എഫേർട്ട് കൊടുക്കുമ്പോൾ വളരെ വൃത്തിയായിട്ട് നൈസായിട്ട് ഒരു നോ പറയാനോ അല്ലെങ്കിൽ നമ്മൾക്ക് അവരെ പ്ലീസ് ചെയ്യാതെ ഇരിക്കാൻ, അതായത് നമ്മൾക്ക് എപ്പോഴും എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചില സ്ഥലങ്ങളിലെങ്കിലും ഒരു വര വരച്ചിട്ട്
നമ്മളുടെ അസേർട്ടീവ്നെസ്, അതായത് കൃത്യമായി നമ്മളുടെ ചിന്ത എന്താണ് എന്ന് തുറന്നു പറയാനുള്ള നമ്മളുടെ ഒരു സ്കില്ല് നമ്മൾ വളർത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് സെൽഫായിട്ട് മുമ്പോട്ട് വരാൻ പറ്റുള്ളൂ. എനിക്ക് എന്നെ ഫോക്കസ് ചെയ്ത് പെർസിസ്റ്റൻസിലുള്ള ഒരു ആമയായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ എന്നെ പുറകിലേക്ക് വലിക്കുന്ന വേറെ പലതിനെയും എനിക്ക് വേദനിപ്പിക്കാത്ത തരത്തിൽ നോ പറയാനും പഠിക്കണം. അതിന് എനിക്ക് ആവശ്യം എന്നെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് കൂടുതൽ ഉണ്ടാവണം. എന്റെ സ്കിൽ എന്താണ്, എനിക്ക് എത്രമാത്രം മുൻപോട്ട് വരാൻ പറ്റുന്നുണ്ട്, ഞാൻ പുറകിലേക്കാണോ നടക്കുന്നത് അതോ മുൻപിലേക്കാണോ പോകുന്നതെന്ന് എനിക്ക് അറിയണമെങ്കിൽ എന്നെ പറ്റിയൊരു ഇവാലുവേഷൻ വേണം. അതിനാണ് പലപ്പോഴും ഗ്രോത്ത് ഡയറി എന്ന് പറയുന്ന ഒരു സെൽഫ് അസസ്മെന്റ് ഡയറീസ് അല്ലെങ്കിൽ ജേർണലിംഗ് ഹെൽപ്പ് ചെയ്യാം. ഈ ജേർണലിംഗ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ വിശ്വസിക്കണമെങ്കിൽ നമ്മളത് കാണണം. ഓക്കെ, ഞാൻ ഇത്ര കാര്യങ്ങൾ ഈ ഒരു സമയത്തിനുള്ളിൽ, ഈ പ്രായത്തിനുള്ളിൽ, ഈ ഒരു ദിവസത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ട്. അത് പ്രായമാവാം, വർഷമാവാം, ദിവസമാവാം, മണിക്കൂറാവാം. ഒരു ദിവസം കഴിയുമ്പോൾ ഇന്ന് ഞാൻ എന്താണ് പഠിച്ചതെന്നാവാം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യരുതെന്ന് പഠിച്ചു എന്നതാവാം, അതല്ലെങ്കിൽ ഞാൻ ഇന്നൊരു കാര്യം അഡീഷണൽ ആയിട്ട് ചെയ്തു എന്നുള്ളതാവാം. അൾട്ടിമേറ്റ്ലി ഒരു ദിവസം എന്റെ സെൽഫ് എന്ന് പറയുന്ന ഒരു സോളിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഒരു ദിവസം എനിക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുക ഒരു ലൈഫിൽ. ഡെത്ത് എൻഡിൽ നിൽക്കുമ്പോൾ, മരണം മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചാൽ ആ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യുമായിരിക്കും? ആ ഒരു ദിവസം എനിക്ക് ഇന്നാണ് കിട്ടിയതെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തു? സോ ഇറ്റ് ഷുഡ് ബി ജേർണൽ ഡൗൺ. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഇന്ന് എന്ത് പഠിച്ചു എന്ന് എഴുതുകയോ ആലോചിക്കുകയോ, ആലോചിച്ച് നമ്മൾ ചിലപ്പം വിശ്വസിക്കില്ല. എഴുതിയാൽ ഉണ്ടാവുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബുക്ക് ഉണ്ടെങ്കിൽ നമ്മളുടെ കോൺഫിഡൻസ് കൂടും. ഞാൻ കോളേജ് കഴിഞ്ഞ് MDക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു പ്രൊഫസറാണ് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞൊരു ബുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത് കോളേജിൽ നിന്ന്. അപ്പൊ അതില് ഇതുവരെ നീ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതുവരെ നീ നേടിയിട്ടുള്ള കാര്യങ്ങൾ എഴുതി കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അത് കാണിച്ചപ്പോൾ അൾട്ടിമേറ്റ്ലി അതിന്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഒരു ഫയലിലാക്കി വെക്കാൻ പറഞ്ഞു. ഇത് പറഞ്ഞു, ഓക്കെ, ഇത് നിനക്കൊരു മോട്ടിവേഷൻ ആയിരിക്കണം. നീ ഇങ്ങനെയാണ് പോകുന്നത്, ഇത്തരത്തിലാണ് മുമ്പോട്ട് പോവേണ്ടത്. അപ്പൊ ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെ പോകുന്നു എന്നുള്ള ലൈഫ് ലോങ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ അത് നമ്മളുടെ ഒരു ഇവാലുവേഷനാണ്. അത് നമുക്ക് വീട്ടിലൊരു ഹൗസ് വൈഫ് ആണെങ്കിൽ പോലും എവറിത്തിങ് ഈസ് എ ലേണിംഗ്. അതൊരു അക്കാഡമിക്സ് മാത്രമല്ല. അപ്പൊ അത്തരത്തിൽ ഗ്രോത്ത് ഡയറി എന്ന് പറയുന്നത് നമുക്കില്ലെങ്കിൽ നമ്മളുടെ കരിയറിന് വേണ്ടി, നമ്മളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി, നമ്മളുടെ ഒരു സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എയറിലാവണം എന്നല്ല പറയുന്നത്. നമ്മൾ എന്താന്ന് അറിയണമെങ്കിൽ ചിലരൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് പൊക്കി അതേപോലെ താഴേക്കിടും. അങ്ങനെ താഴേക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ എവിടെയാ നിൽക്കണേന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അതുപോലെ നമ്മളെ താഴ്ത്തി പറയുന്ന ആൾക്കാരുണ്ടാവും. അവർ പറഞ്ഞാലും ഞാൻ എന്താണെന്ന് എനിക്ക് അറിയാമെങ്കിൽ ഇതൊന്നും എൻ്റെ ഉള്ളിൽ കയറില്ല. അതിന് ഈ ഗ്രോത്ത് ഡയറി ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് അതില്ലെങ്കിൽ നെക്സ്റ്റ് നമ്മളുടെ ഇമോഷൻസ് ആണ്. നമുക്കറിയാം അമിഗ്ഡല ഹൈജാക്ക് എന്നുള്ള തിയറി നമ്മൾ ആ ഒരു പലപ്പോഴും ക്ലാസ്സസ് എടുക്കുമ്പോൾ പറയുന്നതാണ്. അത് പറഞ്ഞ് പരിചയമായിട്ടുള്ളതാണ്. നമ്മുടെ ഫ്രണ്ടൽ ലോബ് ഉണ്ട്, ഇമോഷണൽ ബ്രെയിൻ ഉണ്ട്. ഇമോഷണൽ ബ്രെയിനിനെ നമ്മുടെ ഒരു ലോജിക്കിന്റെ സെന്റേഴ്സ് ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ വളരെയധികം ഇമോഷണൽ ആയിട്ട് ഓവർ റിയാക്ട് ചെയ്യുന്നത്. അത് പാനിക് ആവാം, അല്ലെങ്കിൽ ഓവർ റിയാക്ഷൻസ് ആവാം, ഓവർ സന്തോഷങ്ങളാവാം. ഒരു ബാലൻസ് വരണമെങ്കിൽ ഇവ രണ്ടും യുക്തിയുടെ കേന്ദ്രങ്ങളിൽ വർക്ക് ചെയ്യണം. സോ നമ്മൾ ഇമോഷണൽ ആവുന്ന സമയത്ത് എങ്ങനെ നമ്മുടെ ഫ്രണ്ടൽ ലോബ് ആക്ടിവേറ്റ് ചെയ്യാം? നമ്മൾ പലപ്പോഴും ബ്രീത്തിങ് എടുക്കാൻ പറയും, അല്ലെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാൻ പറയും, അല്ലെങ്കിൽ കുറച്ച് നേരം പുറത്തേക്കൊന്ന് നടന്നിട്ട് വരാൻ പറയും. അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ബിഹേവിയർ തെറാപ്പി മെത്തേഡ് എന്ന് പറയുന്നത് റെയിൻ എന്ന് പറയുന്ന മെത്തേഡാണ്. റെയിൻ എന്ന് പറയുന്നത് ഒരു സെൽഫ് ടോക്ക് മെത്തേഡാണ്. ഞാൻ എന്നോട് സംസാരിക്കാം. എനിക്ക് ദേഷ്യം അല്ലെങ്കിൽ സങ്കടത്തിനാണ് ഇത് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യാം. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. അത് പ്രത്യേകിച്ച് ആ ഒരു പ്രഗ്നൻസി ടൈമിൽ എന്റെ ഇമോഷൻസ് ഇങ്ങനെ അവിടേക്ക് ഇവിടേക്ക് ഇങ്ങനെ താളം തെറ്റിക്കൊണ്ടിരുന്നപ്പം ഈ റെയിൻ ടെക്നിക്സ് ആണ് എന്നെ ഭയങ്കരമായിട്ട് ഗ്രൗണ്ട് ചെയ്തത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ദേഷ്യത്തിനും സങ്കടത്തിനും ഒരേപോലെ വർക്ക് ചെയ്യും. നമ്മൾക്ക് സങ്കടമോ ദേഷ്യമോ ഭയങ്കരമായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഓക്കെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സങ്കടം വരുന്നുണ്ട്. ആ ഒരു സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് എന്റെ ഫ്രണ്ടൽ ലോബിലേക്കുള്ള ഒരു സ്വിച്ച് ആണ്. കാരണം ഞാൻ ലോജിക്കുള്ള ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ദേഷ്യം വരുന്നു എന്നത്. നെക്സ്റ്റ് തിങ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എനിക്കിപ്പോ ദേഷ്യത്തിലാണ്, ഇനി ഞാൻ പറയാൻ പോകുന്നതൊക്കെ ദേഷ്യത്തിന്റെ പുറത്താണ് വരാൻ പോകുന്നത്. ഇറ്റ്സ് എൻ അക്സെപ്റ്റൻസ്. അടുത്തത്, ആ ദേഷ്യത്തിൽ നിന്ന് എനിക്ക് ഉണ്ടാവുന്ന ഫിസിക്കൽ ചേഞ്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യും. ചിലപ്പം എനിക്ക് ദേഷ്യം വന്നാൽ കൈവരയ്ക്കും. സങ്കടം വന്നാൽ നമുക്ക് എല്ലാവർക്കും കരച്ചിൽ വരും. പക്ഷെ സങ്കടം വന്നാൽ എനിക്ക് നെക്സ്റ്റ് ദേഷ്യമാണ് വരിക. എന്റെ സൗണ്ട് കൂടും, അല്ലെങ്കിൽ സൗണ്ട് ഭയങ്കരമായിട്ട് ഫീബിൾ ആവും. അപ്പൊ അത്തരത്തിൽ ഇത് രണ്ടും ഇന്റർലിങ്ക്ഡ് ആണ്.
അപ്പൊ എന്റെ ശരീരത്തിൽ എന്താണ് മാറ്റം വരുന്നത്? അത് ഈ മോഷൻ ബൗൺസ് ചെയ്ത് ഫിസിക്കൽ ബോഡിയിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് എന്താണ്? അത് ടിയേഴ്സ് ആയിരിക്കാം. ഓക്കെ, എനിക്കിപ്പോ കണ്ണീര് വരുന്നുണ്ട്, ഇത് എനിക്ക് സങ്കടം വന്നുകൊണ്ടാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഇറ്റ് ഈസ് എ നെക്സ്റ്റ് സ്വിച്ച് ടു ദ ഫ്രണ്ടൽ ലോബ്. നമ്മൾ ഇത്തരത്തിലുള്ള സെൽഫ് ടോക്ക് കൊടുത്തോണ്ടേ ഇരിക്കുമ്പോൾ ഇത് നമ്മളുടെ ഫ്രണ്ടൽ ലോബിന്റെ ആ ഒരു ഹൈജാക്കിംഗ് പവർ കുറച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കുറച്ചുകൂടി ലോജിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഇപ്പൊ സങ്കടപ്പെടാൻ മാത്രം ഒരു രീതിയിലാണോ ഒരാളെ പറഞ്ഞേ അല്ലേന്ന് എനിക്ക് ചിന്തിക്കണമെങ്കിൽ ഞാനൊന്ന് ഈ ഇമോഷണൽ ലൈനിൽ നിന്ന് പുറത്തേക്ക് വരണം. ആ പുറത്തേക്ക് വരാനാണ് ഈ റെയിൻ ടേക്കിംഗ് ഹെൽപ്പ് ചെയ്യുക. ലാസ്റ്റ് നോൺ ഐഡന്റിഫിക്കേഷനാണ്. ഞാൻ ഇങ്ങനെ വളരെ എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാളല്ല, ഇതിപ്പോ നിൽക്കും, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ ടു ബി ആംഗ്രി അറ്റ് ടൈംസ്. ഇടയ്ക്ക് ദേഷ്യപ്പെടുന്നതും ഇടയ്ക്ക് സങ്കടപ്പെടുന്നതും ഓക്കെ ആണ് എന്ന് ഞാൻ എന്നോട് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഇമോഷന്റെ ഇന്റൻസിറ്റി കുറയും. ഒരിക്കലും ദേഷ്യപ്പെടാത്ത ഒരാളാവാനുള്ള ഒരു മെത്തേഡ് അല്ല ഇത്. ഒരിക്കലും സങ്കടപ്പെടാതിരിക്കാനുള്ള ഒരാളായിട്ടുള്ള മാറാനുള്ള ടെക്നിക്ക് അല്ല ഇത്. ബട്ട് റെയിൻ ഈസ് എ മെത്തേഡ്, ഒരു കോഗ്നിറ്റീവ് ബിഹേവിയർ മെത്തേഡാണിത്. നമ്മളുടെ കോഗ്നീഷൻ, അതായത് ചിന്ത, നമ്മളുടെ ശരീരത്തിലെ ഇമോഷൻസിനെ, പ്രവൃത്തികളെ, ആ സമയത്ത് നമ്മൾ സംസാരിക്കുന്നതിന്റെ വാക്കുകളുടെ ഷാർപ്നെസ് അപ്പൊ കുറയും. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അടിയുടെ ഇന്റൻസിറ്റി, കുട്ടികളുടെ അടുത്താണ് ഈ ഇമോഷൻ വെന്റ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് തല്ലാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതല്ല നമ്മൾ സെൽഫ് ഹാം ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികളുണ്ടാവും. ഇത്തരം സെൽഫ് ടോക്ക് ആ സമയത്ത് നമ്മളുടെ അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്കിലൂടെ പോകുമ്പോൾ നമ്മൾ നമ്മളെ സെൽഫ് ബ്ലെയിം ചെയ്യുന്ന മെത്തേഡിന്റെ ഇന്റൻസിറ്റി കുറയും. സോ നമ്മൾ നമ്മളോട് സംസാരിക്കുക, റെക്കഗ്നൈസ് ദ ഇമോഷൻ, അക്സെപ്റ്റ് ദ ഇമോഷൻ, ഇൻവെസ്റ്റിഗേറ്റ് ഓർ എൻക്വയർ, അതിൽ എനിക്ക് എന്താ ചേഞ്ച് വരുന്നത് എന്ന് എന്റെ ബോഡിയിലേക്ക് ഞാൻ ഇൻട്രോസ്പെക്ട് ചെയ്യാം. ലാസ്റ്റ് ഇസ് നോൺ ഐഡന്റിഫിക്കേഷൻ. ഞാൻ ഈ ഇമോഷൻ അല്ല. ഞാൻ എന്ന് പറയുന്ന വ്യക്തി, തുഷാര എന്ന് പറയുന്ന വ്യക്തി വളരെയധികം എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാളല്ല. ഓക്കെ, ഇറ്റ് ഇസ് സിറ്റുവേഷണൽ, ഇതിപ്പോ മാറും എന്ന് ഞാൻ എന്നോട് കൺഫ്രണ്ട് ചെയ്യുമ്പോൾ ഞാൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണ പോലെയാ, എന്നെ ഒന്ന് ഹഗ് ചെയ്യണ പോലെയാ. നമ്മൾ ഇമോഷണൽ ആകുമ്പോൾ നമ്മളെ ഒന്ന് ആരെങ്കിലും ഒന്ന് ടച്ച് ചെയ്താൽ, നമ്മളൊന്ന് കെയർ ചെയ്താൽ ചിലപ്പോൾ നമ്മൾ ഇമോഷൻസ് പകുതി കുറയും. ആ സമയത്ത് വേറെ ആരുമില്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ ഹഗ് ചെയ്യാൻ പറ്റണം, എനിക്ക് എന്നെ തന്നെ കെയർ ചെയ്യാൻ പറ്റണം. അതിനുള്ള ഒരു നോൺ ഐഡന്റിഫിക്കേഷൻ ആൻഡ് കെയർ മെത്തേഡാണ് ഈ ബ്രെയിനിൽ വരുന്ന റെയിൻ എന്ന് പറയുന്ന സെൽഫ് ടോക്ക്. അത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ നമുക്കത് ഈസി ആവും. ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ മൂഡിലേക്ക് മാറും. എന്ന് വെച്ചാൽ ദേഷ്യം കുറയുന്നല്ല, ഇറ്റ് ഇസ് അതിന്റെ ഇന്റൻസിറ്റി കുറയും. ഓട്ടോമാറ്റിക്കലി നമ്മൾ ബെറ്റർ ആവും. നമ്മളെ മഹർഷിമാരോ നമ്മളെ ഹിമാലയത്തിലോ ഒന്നുമല്ല ദേഷ്യവും സങ്കടവും ഇല്ലാതെ വളരെയധികം സാത്വികരായിട്ട് പോകാൻ ഉള്ള ഒരു എക്സ്റ്റെന്റിലേക്ക് നമ്മൾ ചിലപ്പോൾ പറ്റില്ല. നമ്മള് സ്ഥാനേ വ്യക്ത കോപം എന്നാ പറയാം. നമ്മൾ പ്രകൃതി പറയുമ്പോഴും നമ്മൾ സാത്വിക കാര്യത്തിലൊക്കെ പലപ്പോഴും കോപം പറയുന്നുണ്ട്. പക്ഷെ അത് വേണ്ട സ്ഥലത്ത്, വേണ്ട രീതിയിൽ, വേണ്ട അളവിലുള്ള കോപമാണ് വേണ്ടത്, അല്ലാതെ അസ്ഥാനത്തല്ല. അപ്പോ ചില സമയത്തുള്ള ദേഷ്യവും ചില സമയത്തുള്ള സങ്കടവും ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ റോബോട്ടും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. നമ്മളുടെ മിറർ ന്യൂറോൺസ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇമോഷണൽ ആവും ചിലപ്പോ ഒക്കെ. ആ ഇമോഷനെ നമുക്ക് ഇത്തരത്തിലും റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ഇസ് ഹാപ്പി മൊമെന്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നമ്മളിപ്പോ ആദ്യം നമ്മളുടെ ഔട്ട്ലുക്കിൽ ഉണ്ടാവുന്ന ഫോക്കസ്, നമ്മളുടെ കരിയറിൽ ബേസ് ചെയ്തിട്ടുള്ളതാവട്ടെ, നമ്മൾ പ്രസന്റിലും നമ്മളുടെ ഗ്രോത്തിലും മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രോത്ത് ഡയറിയെ പറ്റി പറഞ്ഞു. സെക്കൻഡ് ഇസ് റെയിൻ ടെക്നിക്, ആ റെയിൻ ടെക്നിക്കിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. നെക്സ്റ്റ് ഇസ് ഹാപ്പി മൊമെന്റ്സ്. നമ്മൾക്ക് നമ്മളുടെ സൊസൈറ്റിയിൽ ചുറ്റും ഒരു ഡിഫറൻസ് ഉണ്ടാവുന്നത് നമ്മളൊരു പ്ലസന്റ് എത്രമാത്രം പ്ലസന്റ് ആണെന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ ഒരു ദിവസത്തില് നമ്മൾ എത്ര പ്രാവശ്യം ചിരിച്ചു, ഇന്ന് എത്ര പ്രാവശ്യം ചിരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്മൈൽ ചെയ്തിട്ടുണ്ടെന്ന് ആർക്കാ പറയാൻ പറ്റുക? ഒന്ന് ആലോചിച്ചിട്ട്. വെറുതെ എണ്ണം പറയരുത്, ചിലപ്പോൾ സിറ്റുവേഷനും കൂടി പറയാൻ പറ്റണം. ഇന്ന് എത്ര പ്രാവശ്യം സന്തോഷമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു? ആര്യ ഡോക്ടർ, സുധു ഡോക്ടർ ഇന്ന് ചിലപ്പോ അവിടെ ആത്മയിലല്ല ലാലിൽ അത് ചെയ്തപ്പോ ചിലപ്പോ ഹാപ്പി ആയിട്ട് കുറെ അധികം മൊമെന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. അതല്ലാതെ ആ നിമിഷങ്ങളല്ലാതെ വേറെ ഹാപ്പി മൊമെന്റ്സ് ഇന്ന് ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും പറയൂ. ശ്രുതി ഡോക്ടറെ. അവിടെ പറയാവുന്ന സിറ്റുവേഷൻ അല്ല. നമ്മള് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻസ് റിമെമ്പർ ചെയ്യാൻ പറ്റുന്നില്ല, വളരെ റയറായിട്ട് വരാറുണ്ട്.
പക്ഷെ എപ്പോഴും ഒരു സോഷ്യൽ സ്മൈൽ ആ സംഭവം ഉണ്ടാവാറുണ്ട്. സ്മൈൽ ഉണ്ടാവാറുണ്ട്. കൂടുതൽ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആൻഷ്യസ് ആയിരിക്കും. ആ ഒരു കാര്യമാണ് ഏറ്റവും വലിയ റിയാലിറ്റി. നമ്മളുടെ വ്യക്തികളോട് ഗ്രൂപ്പിലാവട്ടെ, നമ്മുടെ തെറാപ്പി സെഷൻസിലാവട്ടെ, സങ്കടം ഓർത്തെടുക്കാൻ എളുപ്പമാണ്, നമ്മുടെ സന്തോഷം ഓർത്തെടുക്കാൻ വളരെ പാടാണ്. നമ്മൾക്ക് ഏറ്റവും അധികം ആഴത്തിൽ പതിഞ്ഞു പോകുന്ന ഇമോഷൻ എന്ന് പറയുന്നത് ആങ്കറും നമ്മളുടെ സങ്കടവുമാണ്. അതേസമയം സന്തോഷം എന്തുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ വി ആർ നോട്ട് മേക്കിംഗ് എൻ എഫേർട്ട്. നമ്മൾ എഫേർട്ട് കൊടുത്താൽ മാത്രമേ നമ്മൾക്ക് ആ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് കൊണ്ടുപോകണമെങ്കിൽ ആ ഒരു ഹാപ്പിനെസിന്റെ മൊമെന്റ് ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾക്കൊരു സോഷ്യൽ സ്മൈൽ ഉണ്ടാവുന്നുണ്ട്. ആ സ്മൈലിനെ കുറച്ചുകൂടി നമ്മൾ ഉള്ളിലേക്ക് എടുത്താൽ മതി. അതായത് ഞാൻ ചിരിച്ചപ്പോ എന്റെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരാൾ ചിരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മേക്കിംഗ് എ ഡിഫറൻസ് ഇൻ യുവർ ബ്രെയിൻ. നമ്മൾ ഓരോ പ്രാവശ്യം ചിരിക്കുമ്പോഴും നമ്മളുടെ ബ്രെയിനിൽ റിലാക്സേഷൻ വരുന്നുണ്ട്. സോ ടെക്സ്റ്റ് നമ്മളതിനെ പൊട്ടിച്ചിരിക്കണം എന്നില്ല, നമുക്കൊരു ബമ്പർ ലോട്ടറി അടിക്കണം എന്നില്ല, അല്ലെങ്കിൽ ഒരു ഈവന്റ് ഉണ്ടാവണം എന്നില്ല നമ്മൾക്ക് സന്തോഷം ഉണ്ടാവാൻ. നമുക്ക് അല്ലെങ്കിൽ ആമസോൺ ആരെങ്കിലും ഗിഫ്റ്റ് കൊണ്ട് തരണം എന്നില്ല. ഒരു ചെറിയ ചെറിയ കാര്യത്തിലും ജോയ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ചെറിയ കാര്യങ്ങളിലുള്ള ഒരു സന്തോഷം കുട്ടികൾക്ക് ഉണ്ടാവുന്നത് അതല്ലേ. അപ്പൊ നമ്മളുടെ ഉള്ളിലെ ആ ഒരു കുട്ടിത്തം എന്ന് പറയുന്നത് നമ്മൾക്ക് ചെറിയ കാര്യങ്ങളിലെ ഹാപ്പിനെസ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് വൈകിട്ട് ആവുന്നതിനിടയ്ക്ക് എത്ര ഹാപ്പി ഫേസസ് എന്ന് ഞാൻ കണ്ടു എന്ന് എനിക്ക് ആലോചിച്ചെടുക്കാൻ പറ്റിയാൽ ആ മെമ്മറി ലൂപ്പിനെ ഞാൻ കൂട്ടുകയാണ്. ദാറ്റ് മീൻസ് രാത്രി കിടക്കുന്നതിന് മുൻപ് ഞാനൊന്ന് റിക്കളക്ട് ചെയ്ത് തുടങ്ങിയാൽ, അങ്ങനെ നിങ്ങൾക്ക് ഒരു ദിവസം രാത്രി നിങ്ങൾക്ക് ഒരു മെമ്മറി പോലും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ദ വെരി നെക്സ്റ്റ് ഡേ പിറ്റേ ദിവസം തുടങ്ങുമ്പോൾ നിങ്ങൾ ഓരോ സ്മൈലും മനസ്സിൽ ഓർക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ കാരണം എന്റെ ചുറ്റുള്ള ഒരാൾ ഒന്ന് ചിരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ചെറിയ മൊമെന്റ് ഓഫ് ഹാപ്പിനെസ് എനിക്കിപ്പോ ഉണ്ടായിട്ടുണ്ട്. അത് അത്തരത്തിൽ ഞാൻ അവിടെ നോട്ട് ചെയ്യണം, ഓരോ ചെറിയൊരു പിൻ അല്ലെങ്കിൽ റിമൈൻഡർ വെക്കുന്ന പോലെ. അത് നമ്മുടെ രാത്രി നമുക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റും. ഒരു ദിവസം നമ്മളുടെ ഫുൾ സങ്കടത്തിലായിരിക്കില്ല എപ്പോഴും പോകുന്നത്. നമ്മൾ പലപ്പോഴും സന്തോഷത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്, പക്ഷെ നമ്മളത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നില്ല. അതാണ് നമ്മളുടെ ഹാപ്പിനെസ് എൻഹാൻസ്മെന്റ് ഇല്ലാതെ പോകുന്നത്. നമ്മളുടെ മെമ്മറി ലൂപ്പിൽ ഹാപ്പിനെസ് എൻഗ്രേവ് ചെയ്യണമെങ്കിൽ, അത് ആഴത്തിൽ പതിയണമെങ്കിൽ നമ്മൾ എഫേർട്ട് എടുക്കണം. അപ്പൊ ഉറങ്ങുന്നതിന് മുൻപ് അത്തരം കാര്യം ചെയ്യുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല്, ഈ ആങ്സൈറ്റിയുടെ ഒരു ലൂപ്പ് ഉണ്ട്. ഉറങ്ങുന്നില്ല, അത് പിന്നെ ആങ്സൈറ്റി ഉണ്ടാക്കും, അത് പിന്നെ നമ്മളുടെ ഉറക്കത്തിനെ കുറയും. സ്ട്രെസ് ഹോർമോൺസ് നമ്മളുടെ ഉറക്കത്തിനെ കുറയുക ചെയ്യാം. അതേസമയം ഹാപ്പിനെസ് ഹോർമോൺസ് നമ്മൾ കുറച്ചുകൂടി സ്ലീപ്പിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ കുറച്ച് കണ്ടന്റഡ് ആയിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ, തൃപ്തിയോടെ ഒരു ദിവസം കിടക്കുമ്പോൾ നമ്മൾ ഈ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് റിക്കളക്ട് ചെയ്ത് കിടക്കുന്നതെങ്കിൽ നമ്മുടെ സ്ലീപ്പിന്റെ ഡെപ്ത് കൂടും. NREM REM സൈക്കിൾ നമുക്ക് സ്ലീപ്പിലുണ്ടെങ്കിൽ ആ സ്ലീപ്പിനകത്ത് ഡീപ്പായിട്ടുള്ള സ്ലീപ്പിന്റെ ആ ഒരു ഇന്റൻസിറ്റി കൂടിയിട്ടുണ്ടാവാം. അപ്പോ ആങ്സൈറ്റി, വാദം കൂടുന്ന അവസ്ഥ അവിടെ ഉണ്ടാവില്ല. ഉറങ്ങാൻ നേരത്തുള്ള കഫം എന്ന് പറയുന്ന നിദ്രയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ ആ നിദ്രയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ കഫം അവിടെ കൂടണം, അവിടെ തൃപ്തി വരണം. ആ സമയത്ത് നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത് നമ്മളുടെ വാദത്തിന് കൂട്ടാൻ പാടില്ല. അപ്പൊ അതിചിന്ത എന്ന് പറയുന്നത് കാരണം ഓവറായിട്ട് ആങ്സൈറ്റി കൂടാതെ തൃപ്തി എന്ന് പറഞ്ഞ ഓവറായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ചിന്ത കൂടുന്നില്ലെന്ന് ചോദിച്ചാൽ, തൃപ്തി ഉണ്ടാക്കുന്ന ചിന്ത നമുക്ക് വാദം കൂട്ടില്ല, നമ്മളെ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാം. ഐ എം ഹാപ്പി, ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൽ നിറയും തോറും നമ്മളുടെ ആ ഒരു തുഷ്ടി എന്ന് പറയുന്ന ലെവലിലേക്ക് കഫത്തിന്റെ ഫേസിൽ നമുക്ക് സ്ലീപ്പിലേക്ക് പോകാൻ പറ്റും. അപ്പൊ നമ്മളുടെ ആ സ്ലീപ്പ് ബ്രേക്ക് ഇല്ലാതെ പോകാൻ പറ്റും. അതേസമയം കിടക്കാൻ പോകുമ്പോൾ പിറ്റേ ദിവസത്തെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ടെൻഷൻ അടിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ ദേഷ്യപ്പെട്ട സമയങ്ങൾ ഓർത്ത്, അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളുടെ ആ ഒരു ഇമോഷനകത്ത് ആങ്സൈറ്റിയാണ്. ആ ആങ്സൈറ്റി നമ്മളുടെ സ്ലീപ്പിൽ ബ്രേക്ക് ഉണ്ടാക്കുകയുള്ളൂ. സോ ഇത് നമുക്ക് ബാലൻസ് ചെയ്യണമെങ്കിൽ ഹാപ്പിനെസ് ചെയ്യണമെങ്കിൽ എന്നിട്ടും അസുഖം മാറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ സന്തോഷിക്കുക, പുറത്ത് ചിരിക്കണമെന്നില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം OP വന്ന് കാണേണ്ട അവസ്ഥയാവുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ഒറ്റയ്ക്ക് ചിരിക്കുന്ന അസുഖത്തിലേക്ക് എത്തണം എന്നല്ല. നമ്മൾക്ക് സ്മൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ റിലാക്സേഷൻ തരുന്ന ഏറ്റവും വലിയ ടൂളാണ്. അപ്പം അതിനൊരു മെഷർ നമ്മൾ സ്വയം ശ്രദ്ധിച്ചാൽ മാത്രമേ വരുള്ളൂ. നെക്സ്റ്റ് തിങ്, ബാക്ക് ടു നേച്ചർ. ആകാശത്ത് ഇന്ന് നക്ഷത്രങ്ങൾ എത്രയുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഇന്ന് ചന്ദ്രനെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയാവുന്ന ആരെങ്കിലും? ഇന്ന് ആകാശം കണ്ട ആരെങ്കിലും ഉണ്ടോ?
ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇല്ല ആരും ഡോക്ടർ. ആകാശം കണ്ടിട്ടില്ല? ആര് ഡോക്ടറെ? ഇന്ന് ആകാശം കണ്ടിട്ടില്ല, കാണാൻ പോണേ ഉള്ളൂ. ശരി, ഓക്കെ. വേറെ ആരോ കണ്ടോ? പണ്ട് നമ്മൾക്ക് ചെറുപ്പത്തിൽ ചിലപ്പോ അങ്ങനെ ചെയ്യൂല്ലോ എന്ന് എനിക്കറിയില്ല. നമ്മൾ സ്കൈയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ നേച്ചറിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, മനുഷ്യരിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ എപ്പോഴും അലേർട്ട് ആയിട്ടായിരിക്കുക. ഞാനിപ്പോ ആര്യ ഡോക്ടർ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കും, ആര്യ ഡോക്ടർ എന്നോട് തിരിച്ചെന്താ ചോദിക്കുക എന്നുള്ള ചോദ്യമായിരിക്കും എന്റെ ബ്രെയിനില് കണ്ണിൽ നിന്ന് കൊടുക്കുന്ന സിഗ്നല് അവിടെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ഞാൻ വേറൊരാളോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ സോഷ്യൽ ബിഹേവിയറിലൊക്കെ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ സ്റ്റാൻഡർഡൈസ് അല്ല, ഇങ്ങനെ അറ്റൻഷനിൽ നിൽക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, അതിന് ഉത്തരം ഇങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വളരെയധികം ലെവലിലാണ് ഇരിക്കുക. അതേസമയം നേച്ചറിലാണെങ്കിലോ, ലൈക്ക് സ്കൈ, നമ്മളോടൊന്നും ചോദിക്കണില്ല, വി ആർ അറ്റ് ഈസ്. കണ്ണ് കൊടുക്കുന്ന സിഗ്നലാണ് ബ്രെയിനിന് കാഴ്ച. നമ്മളുടെ തലച്ചോറിന് തനിയെ കാണാൻ പറ്റില്ല. കണ്ണ് എന്താണോ കാണിക്കുന്നത് ആ കാഴ്ചയാണ് തലച്ചോറിൽ ഉണ്ടാവുന്ന സിഗ്നൽസിന്റെ ഇന്റൻസിറ്റി. സോ നമ്മൾ എത്രമാത്രം നേച്ചറിനെ ഗേസ് ചെയ്യുന്നു, നേച്ചറിലേക്ക് തിരിച്ചു പോകുന്നു, ആ സമയത്ത് നമ്മളുടെ ബ്രെയിൻ റിലാക്സേഷനിലേക്ക് പോവുക ചെയ്യാം. കാരണം ബ്രെയിനിന് അറിയാം, ഒരു പൂവിന്റെ അടുത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുമ്പോൾ മുള്ളു കുത്തോ എന്നുള്ളൊരു പേടി മതി, അല്ലെങ്കിൽ പാമ്പ് വരുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പുഴു ഉണ്ടാവുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. ആ ചെടി നിങ്ങളോട് തിരിച്ചെന്തെങ്കിലും ചോദിക്കുമോ എന്നുള്ള ഒരു ഭയമോ അതിനുള്ള ഒരു ഉത്തരമോ ഫ്രണ്ടൽ ലോബിന് കൊടുക്കണ്ട. സോ ഇറ്റ് ഇസ് അറ്റ് ഈസ്. സോ അത് നമ്മളുടെ റിലാക്സേഷന്റെ ഇന്റൻസിറ്റി കൂട്ടേ ചെയ്യുള്ളൂ. നമ്മൾ പണ്ട് മണ്ണിൽ നടക്കുമായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ചെടിയിലൊന്ന് കയറി, മരത്തിൽ കയറണം എന്നല്ല ഞാൻ പറയുന്നത്, കുറച്ചു നേരം നമ്മളൊന്ന് ഒരു ടച്ച് എന്ന് പറയുന്ന ഒരു കാര്യം നേച്ചറിലേക്ക് നമുക്ക് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ഇറ്റ്സ് ബേസ്ഡ് ഗ്രൗണ്ടിങ് തിയറി എന്ന് പറയും. അത് എത്രമാത്രം സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണെന്ന് അറിയില്ല, പക്ഷെ നമ്മുടെ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറഞ്ഞ തെറാപ്പി ഉണ്ട്, സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിൽ നമ്മൾ പറയുക, നമ്മൾ നടക്കുമ്പോൾ നമ്മളുടെ അതിനകത്തുള്ള ആ ഒരു നെഗറ്റീവ് എലമെന്റൽസ് എത്രമാത്രമാണോ, അതിന് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ആ പൊട്ടൻഷ്യൽ നമ്മളുടെ നിന്ന് ഡ്രെയിൻ ചെയ്ത് പോകും എർത്തിലേക്ക്. അങ്ങനെ നമ്മളുടെ കാല് വഴി, അപ്പൊ നല്ല സ്ഥലത്ത് നടക്കണം, അപ്പൊ ചെരുപ്പിടാതെ നടക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡിപ്രഷന്റെ സ്റ്റഡീസിനകത്ത് അത് ഒരു സക്സസ് അത് കൊടുത്തിട്ടുണ്ട്. ഡിപ്രഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെരുപ്പിടാതെ നടന്ന് ഗ്രൗണ്ടിൽ തൊട്ട് ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ സോളിൽ ഉണ്ടാവുന്ന ആക്ടിവേഷൻ വഴി നമ്മൾക്കൊരു റിലാക്സേഷൻ ഉണ്ടാവുന്നു എന്നുള്ള സ്റ്റഡീസ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ഗ്രൗണ്ടിങ് തരാം. അത് ഫാക്റ്റോ അല്ലയോ, അൾട്ടിമേറ്റ്ലി ഗ്രീൻ കളർ അല്ലെങ്കിൽ നേച്ചർ സൈറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് റിലാക്സേഷൻ ആണ്. പലപ്പോഴും പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള വാളിനെ നോക്കിയിരുന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും ഒരു നേച്ചറിന്റെ സീനറി നോക്കിയിരുന്ന് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി റിസപ്ഷൻ കൂടുന്നു പറയും. സ്വപ്നം കാണാനും എളുപ്പമാണ് പുറത്തേക്ക് നോക്കിയിരുന്നാല്, മറ്റത് ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും. ഇറ്റ് ഡിപ്പെൻസ്. അപ്പം ഈ ഒരു കാര്യം നമ്മളുടെ ആ ഒരു കളറിനകത്ത് ഉണ്ടാവുന്ന ഒരു സ്റ്റിമുലേഷനും കൂടിയാണ്. ബ്രെയിൻ അതിനോട് സിങ്ക്ഡ് ആണ്. അപ്പൊ പണ്ട് നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളുടെ നേച്ചർ എന്ന് പറയുന്നത് നമ്മള് റിലാക്സേഷൻ തരുന്ന ഒന്നാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് രാത്രി കുറച്ചു നേരം അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മുറ്റത്തൊന്ന് നടന്നുകൂടാ? എന്തുകൊണ്ട് നമുക്ക് ആകാശത്തേക്ക് നോക്കിക്കൂടാ? നമുക്ക് എന്തുകൊണ്ട് രാത്രി കുറച്ച് സമയം ആ ഒരു ശ്വാസം എടുത്തിട്ട് ബ്രീത്തിങ് സ്വസ്ഥമായിട്ടൊന്ന് എടുത്ത് കാറ്റിനെ ഫീൽ ചെയ്തുകൂടാ? നമ്മൾ ആരും ഇല്ലാത്തപ്പോ നമ്മളെ ഹഗ് ചെയ്യാൻ നമുക്ക് ചുറ്റും ഒരു നേച്ചർ ഉണ്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് തരുമ്പോൾ, ഞാൻ അമൃതയിൽ പഠിക്കുമ്പോൾ അവിടെ ആശ്രമത്തിന്റെ ഫ്രണ്ടില് അവിടെ കടലിന്റെ ഒരു കാറ്റ് വരും. മറ്റേ പയ്യന്നൂർ കോളേജിലെ കാറ്റ് എന്ന് പറയുന്ന സിനിമയിലെ കാറ്റല്ല, ഇത് നല്ലൊരു രസമാണ്. നമുക്കത് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിലാക്സേഷനാ. അവിടെ ആ ആശ്രമത്തിനകത്ത് ഞാൻ പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ ആ ബീച്ചിൽ, ആ പുറത്തുള്ള സ്ഥലം, അവിടെ അമ്പലത്തിന്റെ അവിടെ ഫ്രണ്ടിലുള്ള ഏരിയ, ആ ഒരു ഏരിയയിൽ ശരിക്കും ആ ഒരു ബ്രീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സൊളാസ് തരാം. നമ്മളെ എപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് പോകണം എന്ന് പറയുന്നത് നേച്ചറിലേക്ക് മടങ്ങല് തന്നെയാണ്. അപ്പൊ അത് നമ്മളൊന്ന് രാത്രി കുറച്ച് സമയം നമുക്ക് പറ്റുമെങ്കിൽ, ഫ്ലാറ്റിൽ ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ പറ്റില്ല, വീട്ടിൽ താമസിക്കുന്നവർക്ക് ഒന്ന് വീടിന്റെ പടി പുറത്തേക്ക് ഇറങ്ങിയാൽ ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റും. ആന കുത്തരുത്, പാമ്പ് കടിക്കരുത്, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോ നേച്ചറിലേക്ക് പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രകൃതിയിൽ നിന്ന് അപകടം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകരുത്. ഓക്കെ, സോ നെക്സ്റ്റ് തിങ് ഇസ് നമ്മളുടെ ഈ പറഞ്ഞതിൽ നിന്ന് വെരി നെക്സ്റ്റ് ഇസ് സോഷ്യൽ ഹെൽത്ത്. ഞാൻ പറഞ്ഞു നമ്മൾ പലപ്പോഴും സോഷ്യലി ആക്റ്റീവ് ആണ്. സോ
സോഷ്യലി ആക്റ്റീവ് ആവാൻ മാക്സിമം നോക്കുക. പ്രോ സോഷ്യൽ ബിഹേവിയർ ഹാപ്പിനെസ്സിനെ കൂട്ടുകയുള്ളൂ. ഇറ്റ് ഇസ് കോൾഡ് ആസ് നമ്മളുടെ ആ ഒരു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലൈഫിൽ, സൊസൈറ്റിയിലാണ്. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എത്ര പേരുടെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഓർമ്മകൾ ഉണ്ടാവും എന്ന് പറയുന്നത് നമ്മൾ ഈ ജീവിതത്തിൽ നമുക്ക് ബാക്കി വെക്കാൻ അത്രേ ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഞാൻ ഒരാൾ ഉള്ളിൽ എവിടെയോ ഒതുങ്ങിയിരുന്ന് കഴിഞ്ഞാല് എന്നെ പറ്റി ഞാൻ കൊണ്ട് ആർക്കും ഉപകാരം ഇല്ലാണ്ടായി. ചീത്ത പറയൂ, അയ്യോ അത് പോയല്ലോ എന്ന് പറഞ്ഞ് ഓർക്കുന്നതല്ല ഞാൻ പറയുന്നത്. നമ്മളെ കൊണ്ട് മറ്റൊരു വ്യക്തിക്ക് നമ്മളുടെ ചുറ്റുമുള്ളൊരു ലോക്കസ്, അത് ഒരു കാര്യമെങ്കിലും നല്ലതുണ്ടായെങ്കിൽ, ഒരു നല്ല ചിന്തയെങ്കിലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു ചെറിയ കയ്യൊപ്പെങ്കിലും നമുക്ക് ഇടാൻ പറ്റിയാൽ നമ്മള് മരിക്കുന്നതിൽ ഒരു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നതിലും അർത്ഥം ഉണ്ടാവില്ല. അപ്പൊ നമ്മളുടെ ആ ഒരു സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ ക്യാപിറ്റലാണ്. ഓരോ വ്യക്തിയുടെയും, അത് ചൈനയിലാണോ ഏത് രാജ്യത്തിലാണെന്ന് അറിയില്ല, നമ്മുടെ സോഷ്യൽ ഹെൽത്തിന് സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു ലെവലിലേക്ക് ഇത് ചെയ്യും. അതൊരു വ്യക്തി എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സൊസൈറ്റിയിൽ, അതാണ് സോഷ്യൽ ക്യാപിറ്റൽ. ആ വ്യക്തി എത്ര സോഷ്യൽ കണക്ഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ മോണിറ്ററി ക്യാപിറ്റൽ പോലെ തന്നെ നമ്മുടെ സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാവാം. അപ്പൊ അത് നമ്മുടെ ചുറ്റും നമ്മൾ ജീവിച്ചിരുന്നത് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ക്യാപിറ്റലാണ്. അതൊരു നമുക്ക് അളന്നെടുക്കാവുന്ന ഒരു മണി വാല്യൂ അല്ല, പക്ഷെ ഇറ്റ് ഷോസ് നമ്മുടെ ലോങ്ങിവിറ്റി. നമ്മൾ എത്ര ലോങ് ആയിട്ട് നമ്മൾ നിൽക്കുന്നു, അത്രമാത്രം സോഷ്യൽ ക്യാപിറ്റൽ ഉള്ളവർക്ക് ലോങ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവുമെന്ന് പറയാം. പക്ഷെ പരദൂഷണത്തിനും മേഷണിക്കും വേണ്ടിയിട്ടാവരുത് സ്ത്രീ സംഗമങ്ങൾ. നമ്മൾ പലപ്പോഴും അത്തരത്തില് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആവുള്ളൂ. ബട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കൂടി, ഒരു ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിങ്ങുകളാണെങ്കിൽ ഇറ്റ് ഈസ് ഇംപ്രൂവിങ് യുവർ ഹെൽത്ത് ഇൻ എ ബെറ്റർ വേ. സോ നെക്സ്റ്റ് തിങ് ഇസ് സെൽഫ് ബ്ലെയിമിങ്. പലപ്പോഴും സെൽഫ് ക്രിറ്റിസിസം ആണ് നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമ്മള് ഫുഡ് ഉണ്ടാക്കി ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ല, എന്തുകൊണ്ട് നമുക്ക് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തുകൂടാ? ഞാൻ ഉണ്ടാക്കിയത് നല്ലതാണെന്ന് എനിക്ക് എന്നോട് പറഞ്ഞാൽ, വെൽ ഡൺ എന്ന് എനിക്ക് ഞാൻ സ്വയം ഒരു നോട്ട് ഉണ്ടാക്കിയാൽ, അവിടെ ടേബിളിലിരിക്കുന്ന രവി ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞു എന്ന് ആര്യ ഡോക്ടർ നോക്കില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ആ ഒരു സെൽഫ് കെയർ എന്ന് പറയുന്ന ഒരു കാര്യം എത്രമാത്രം ഇന്റൻസിഫൈ ചെയ്യുന്നു, അത്രമാത്രം നമ്മൾ ബാക്കിയുള്ളവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് കുറയും. ബിക്കോസ് ഐ ആം ദർ ആസ് എ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ മീ. എനിക്ക് എന്റെ ഏറ്റവും നല്ലൊരു സുഹൃത്ത് ഞാനാണെങ്കിൽ, എനിക്ക് എന്റെ ചുറ്റും വേറൊരാളില്ലെങ്കിൽ പോലും ഐ ആം സ്റ്റേബിൾ. എനിക്ക് ബാക്കിയുള്ളവരെ ആശ്രയിക്കാതെ, എനിക്ക് ബാക്കിയുള്ളവർ എന്നെ ആശ്രയിക്കുന്ന സ്റ്റേജിലേക്ക് എനിക്ക് എത്താൻ പറ്റും. ബിക്കോസ് ഞാൻ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ചുറ്റുമുള്ള 100 പേര് എനിക്ക് എതിരായിട്ട് കൈയടിച്ചില്ലെങ്കിലും എനിക്ക് എന്നെ കെയർ ചെയ്യാൻ പറ്റിയാൽ, ഞാൻ എന്നോട് ഓക്കെ ദിസ് ഇസ് ഗുഡ്, ഞാൻ ഇന്ന് ചെയ്തൊരു കാര്യം കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചതിൽ നിന്നും ബെറ്റർ ആയി. ചിലപ്പോൾ തുടക്കത്തിൽ ഞാൻ ചിലപ്പോൾ കുറച്ച് വിക്കിയിട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ സംസാരിച്ചതൊക്കെ വളരെ കൃത്യമായി എന്ന് എന്നോട് ഞാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. അപ്പൊ ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞു ഞാൻ നോക്കില്ല. അതേസമയം നമ്മൾ ജെന്യുവൻ ആയിട്ട് അനലൈസ് ചെയ്യണം. നമ്മളെ ബ്ലെയിം ചെയ്തുകൊണ്ടേ ആവരുത്. കാരണം നമ്മളൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ എല്ലാവരും അപ്ലോസ് ചെയ്തു, പക്ഷെ നമ്മൾ അവിടെ നമ്മളോട് പറയാണ് ഞാൻ ചെയ്തത് ശരിയായില്ല എന്നാണെങ്കിൽ ഈ കയ്യടിയൊക്കെ വെറുതെ ആയി. ബിക്കോസ് യു ആർ ഗീവിങ് എ മാർക്ക് ഫോർ യുവർ സെൽഫ് വിച്ച് ഇസ് വെരി നെഗറ്റീവ്. നമ്മളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഉള്ളിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു മുള്ളുണ്ടെങ്കിൽ ആ മുള്ള അവിടെ കിടന്ന് പഴുക്കുള്ളൂ. ആ ഒരു പസ് എന്ന് പറയുന്നത് എടുത്ത് കളയാത്തിടത്തോളം കാലം നമ്മൾ ഹീൽ ചെയ്യില്ല. സോ സെൽഫ് ക്രിറ്റിസിസം ആണ് ഏറ്റവും വലിയ ദുഷ്ടത്തരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് സെൽഫ് ബ്ലെയിം അല്ലെങ്കിൽ സെൽഫ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ കെയർ ചെയ്യാണ് വേണ്ടത്. പോസിറ്റീവ് ക്രിറ്റിസിസം ആവാം, നമ്മളെ ഇവോൾവ് ചെയ്യാൻ വേണ്ടി, കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പോവാം. പക്ഷെ കുറ്റബോധത്തിലേക്ക്, ഛിദ്രത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഗിൽറ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. നെക്സ്റ്റ് ഫുഡ് ഫോർ മൈൻഡ്. പലപ്പോഴും ഒപികളില് നമ്മള് പേഷ്യന്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എഴുന്നേറ്റ് പോവില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. സമയത്ത് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്, സമയത്ത് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് മെഡിക്കൽ പ്രൊഫഷണലിന് വളരെ കുറവാണ്. കാരണം അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് ചെയ്ത് ശീലമായതുകൊണ്ട് എന്നുള്ള ഒരു ഉത്തരം മാത്രമാണ് പലപ്പോഴും വരിക. കോളേജിലൊക്കെ ഞങ്ങൾ ടീച്ചേഴ്സിനോട് അങ്ങോട്ട് പറയാറുണ്ടായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന പലരുടെ അടുത്ത് ഒന്ന് ബ്രേക്ക് എടുത്ത് പോയി കഴിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞാലും ഇത് തീരട്ടെ എന്ന് പറഞ്ഞിരുന്ന് ഒപി നോക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും. അതല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പോയാൽ ആ സമയത്ത് ഒരു പേഷ്യന്റ് വന്നാലോ എന്നുള്ളൊരു ചിന്തയാവാൻ ചിലപ്പോൾ. അപ്പൊ ബ്രേക്ക് ഇൻ കൺസൾട്ടേഷൻ സെൽഫ് കെയറിൽ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനിന് അത്യാവശ്യമാണ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഫിസിക്കലും ആറ്റിറ്റ്യൂഡുമായിട്ട് ഭയങ്കരമായിട്ട് ഡെപ്തിലുള്ളതാണ്. പ്രത്യേകിച്ച് വിമൻ പോപ്പുലേഷനകത്ത്. മെൻ പോപ്പുലേഷൻ അത്രയ്ക്ക് ഫിസിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഹാപ്പിനെസ് അല്ല. കാരണം മെൻസ്ട്രേഷൻ, അത്തരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസ്, അത്തരത്തിൽ ഫിസിക്കൽ ചേഞ്ചസ് കുറെ ഉണ്ട് മെനോപോസ് റിലേറ്റഡ്.
മെൻസ്ട്രൽ സൈക്കിൾ റിലേറ്റഡ് ആയിട്ട് ഒക്കെ നമ്മളുടെ ഹാപ്പിനെസ് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ മൈക്രോ ന്യൂട്രിയൻറ്റ് നമുക്ക് ബാലൻസ് ചെയ്യണം. അയണിന്റെ ഡെഫിഷ്യൻസി, B12 ഡെഫിഷ്യൻസി, ഇവൻ സിങ്ക്, അത്തരത്തിലുള്ള കുറെ അധികം മൈക്രോ ന്യൂട്രിയൻസും നമ്മളുടെ ബ്രെയിനിന്റെ ഹാപ്പിനെസ്സിന് ഡിറ്റർമിനൻസ് ആണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇത്തരം കാര്യങ്ങളില്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ് എന്ന് കണ്ണടച്ചിട്ട് ആലോചിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റണം. ഞാനിപ്പോ ചോദിക്കുന്നില്ല, ബട്ട് അൾട്ടിമേറ്റ്ലി നമുക്കത് പറയാൻ പറ്റണം. അതെനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പോയി വാങ്ങി കഴിക്കാനുള്ള ഒരു സ്റ്റേജിലേക്കെങ്കിലും എനിക്കൊരു ഫ്രീഡം എടുക്കാൻ പറ്റണം. അതാണ് ശരിക്കും നമ്മൾക്ക് കൊടുക്കേണ്ടുന്ന മീ ടൈം എന്ന് പറയുന്നത്. അത് നമ്മൾ വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നുള്ളതല്ല. അപ്പൊ നമ്മൾ കുക്ക് ചെയ്യണു, മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നത് പോട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ സമയത്ത് വാങ്ങി കഴിക്കാനെങ്കിലും നമുക്ക് പറ്റിയിട്ടുണ്ടാവണം. മൈക്രോ ന്യൂട്രിയൻ ബാലൻസിങ് നമ്മളുടെ ഹെൽത്തിന്, ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് വളരെ പ്രധാനമാണ്. സോ ഹാപ്പിനെസ് എൻഹാൻസ്മെന്റിൽ ഏറ്റവും വേണ്ടത് ആദ്യം മൈൻഡ് സെറ്റ്, നമ്മളുടെ ഒരു ഐബ്രോ ഫ്രോൺ എന്ന് പറഞ്ഞ ഇറിറ്റേറ്റഡ് മോഡിൽ നിന്ന് ഒരു പ്ലസന്റ് മോഡ്. അതെപ്പോഴും നമ്മൾ പറഞ്ഞത്, ഒരു കുഞ്ഞിനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ ഇമേജ് വരാം, ഒരു കുട്ടി എന്ന് പറയുന്നതിലേക്ക് നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു ചെയ്യാറുണ്ട്. ഹാപ്പിനെസ് എന്ന വാക്കിൽ പറ്റി നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ പറയും. അതായത് നിങ്ങൾ മനസ്സിൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ കെയറിങ് എന്ന് പറയുന്ന ഒരു വാക്കിനെ പറ്റിയിട്ട് കണ്ണടച്ചിരുന്നു എന്ന് ആലോചിക്കാം. അത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഇമേജസ് ഉണ്ടാവും. അതാണ് നമ്മൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് ആക്കേണ്ടത്. അതായത് നമ്മുടെ ഉള്ളിൽ സന്തോഷം വർദ്ധിക്കണമെങ്കിൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ ചില വാക്കുകൾ നമ്മുടെ ഉള്ളിൽ പതിയണം. അപ്പൊ അതിനോട് അനുബന്ധമായി നിൽക്കുന്ന ചില മുഖങ്ങൾ ഉണ്ടാവും, അതല്ലെങ്കിൽ ചില ഈവെന്റ്സ് ഉണ്ടാവും. അപ്പൊ ആ ഈവെന്റുകളുടെ എണ്ണം കുറവാണെങ്കിൽ ആ ഈവെന്റുകളുടെ എണ്ണം നമ്മൾ കൂട്ടാം. സോ ഇറ്റ് ഇസ് അബൌട്ട് ഫ്ലെക്സിബിലിറ്റി. നമ്മളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വരുന്ന ചേഞ്ച് നമ്മുടെ പ്രസന്റിലേക്ക് നമ്മൾ ഗ്രൗണ്ടഡ് ആക്കും. അതിൽ ഏറ്റവും പ്രധാനം, പലപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം ഇത് തീർത്തിട്ട് വേണം എനിക്ക് എൻ്റെ ഒരു കാര്യം ചെയ്യാൻ, ഇത് തീർത്തിട്ട് വേണം എനിക്ക് കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരിക്കാൻ. ഇത് ചെയ്യുമ്പോൾ നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കാൻ പഠിച്ചാൽ, ഇത് തീർത്തിട്ട് നമ്മൾ സ്വസ്ഥമായിരിക്കുന്നത് നമ്മളുടെ അഡീഷണൽ ബെനിഫിറ്റാണ്. ലൈക്ക് ഞാനിപ്പോ ഒരു കുട്ടിയുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ, അവനെ പഠിപ്പിക്കുകയാണെങ്കിൽ, ആ പഠിപ്പിക്കുന്ന സമയം ഇത് തീർത്തിട്ട് വേണം എനിക്ക് കുറച്ചു നേരം ഫ്രീ ആയിട്ടിരിക്കാൻ എന്ന് വിചാരിച്ചാൽ അവിടെ എന്റെ സമയം കിട്ടുന്നില്ല. കുട്ടിക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം എന്റെ സമയം കൂടിയാണെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയാൽ, അതിനെ ഞാൻ എൻജോയ് ചെയ്ത് തുടങ്ങിയാൽ, ആ സമയവും നമ്മുടെ റിലാക്സേഷൻ ആവും. ആ സമയം നമുക്ക് കുറച്ചുകൂടി ഫ്രൂട്ട്ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റും. കാരണം നമ്മൾ കുട്ടി തിരിച്ച് പഠിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഞാൻ ഇത്ര എഫേർട്ട് എടുത്തു എന്നിട്ട് നീ പഠിക്കുന്നില്ലല്ലോ, എന്റെ സമയം കളഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇറ്റ് ഇസ് എ ചേഞ്ച് ഓഫ് മൈൻഡ് സെറ്റ്. അതേസമയം ഞാൻ ഈ സമയത്ത് പഠിക്കുകയാണ്, ഞാൻ ഈ പറയുന്ന വാക്ക് ഞാനും പഠിക്കുകയാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ആ കൊടുക്കുന്ന സമയം എന്റെ സമയമാണ്, എന്റെ എൻജോയ്മെന്റിന്റെ ടൈമാണ് എന്നും കൂടി ഞാൻ ചിന്തിച്ചു തുടങ്ങിയാൽ അതും നമ്മളുടെ റിലാക്സേഷൻ ആവും. അതായത് നമ്മൾ എന്തിലേക്കാണോ പോകുന്നത്, ആ പോകുന്നതെല്ലാം നമ്മുടെ റിലാക്സേഷൻ ആയിട്ട് വരുന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മളുടെ മൈൻഡ് സെറ്റിന്റെ ഫ്ലെക്സിബിലിറ്റി. കരിയറിൽ അപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഗ്രോത്ത് ഡയറി എന്ന് പറയുന്നത് വളരെ ടൈനി സ്റ്റെപ്സ് ആവട്ടെ, അത് ചിലപ്പം 1 or 2, ചിലപ്പോൾ എൻ്റെ ഒരു സക്സസ് കേസ് ആവാം, അല്ലെങ്കിൽ ഒരു മെഡിസിൻ ഞാൻ ഈ ഒരു രീതിയിലല്ല മറ്റൊരു രീതിയിൽ അത് റിസൾട്ട് കാണുന്നു എന്നുള്ളൊരു എൻ്റെ ഒരു തോട്ട് ആവാം. അപ്പൊ അത്തരത്തിലെ ചെറിയൊരു ഡയറി ബേസ്ഡ് ആയിട്ട് ഞാൻ എഴുതിക്കൊണ്ട് പോയാൽ, യു ബിലീവ് ഇൻ വാട്ട് യു സീ. ഞാൻ കാണുന്നത് എന്തോ അത് ഞാൻ വിശ്വസിക്കുന്നു, അത് ഞാനാണെന്ന് ഞാൻ എൻ്റെ ഒരു ഐഡന്റിഫിക്കേഷനിലേക്ക് പോകുന്നു. ഇല്ലാത്ത മാസ്കുകളിൽ നിന്ന് മാറിയിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് പോകാൻ പറ്റും. ആൻഡ് നേച്ചർ ഇസ് എ ടൂൾ ഫോർ ദാറ്റ്. നമുക്ക് നേച്ചർ വഴിയും അതിലേക്ക് പോകാം. അങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മളുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ, ഇല്ലാതാക്കാനല്ല, റെയിൻ എന്ന് പറയുന്ന ടെക്നിക്സ് ഹെൽപ്പ് ചെയ്യും. രാത്രി കിടക്കുമ്പോൾ യു ക്യാൻ മെഡിറ്റേറ്റ് ഓൺ ദ ഹാപ്പി മൊമെന്റ്സ്, യു ക്യാൻ തിങ്ക് ഓൺ അറ്റ്ലീസ്റ്റ് ഹാപ്പിനെസ് എന്നുള്ള ഒരു വാക്കിലേക്ക്. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളുടെ അച്ഛൻ്റെ അമ്മയുടെ മുഖം മാത്രമേ ചിലപ്പോൾ വരുള്ളൂ, സന്തോഷം എന്ന് പറയുന്ന ഒരു വാക്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ട്. സ്റ്റിൽ നമുക്ക് ആ ഒരു ഹാപ്പിനെസ്, പഴയ കാലത്തെ ഹാപ്പിനെസിനെ പറ്റി ഓർത്തെടുക്കാം. സ്റ്റിൽ യു ആർ ഇൻക്രീസിങ് യുവർ മെമ്മറി ലൂപ്പ് ഓഫ് ഹാപ്പിനെസ്. അപ്പൊ അത്തരത്തിൽ കിടക്കുന്നതിന് മുൻപുള്ള ഹാപ്പി മൊമെന്റ്സിനെ കുറച്ചുകൂടി ഡെപ്തിലേക്ക് എത്തിക്കുക. സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത് സോഷ്യൽ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനും, സെൽഫ് കെയർ എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് വെൽനസിലേക്കും കൂടി ചേർത്ത് പോയാൽ അമിഗ്ഡല ബാലൻസ്ഡാവും ഫ്രണ്ടൽ ലോബുമായിട്ട്. അതായിരിക്കും അൾട്ടിമേറ്റ്ലി നമ്മളുടെ നൈഷ്ഠിക ചികിത്സ എന്ന് പറയുന്ന ഉപത എന്ന് പറയുന്ന ഡിസയേഴ്സിൽ പോയി നമ്മളെ ബാക്കിലേക്ക് പോവാതെ നമ്മൾ ബാലൻസിലേക്ക് പോകാനുള്ള ഏറ്റവും സുപ്രീം ട്രീറ്റ്മെന്റ് ആണ് നമ്മളുടെ നൈഷ്ഠിക ചികിത്സ. ആൻഡ് ഇറ്റ് ഇസ് എ ചേഞ്ച്. അതൊരു ചലഞ്ചാണ്. ഈ വിമൻസ് ഡേയിൽ നമുക്ക് ആ ഒരു ചലഞ്ച് മൈൻഡ് സെറ്റിൽ എടുക്കാൻ പറ്റട്ടെ. താങ്ക് യു.
നമ്മൾക്ക് വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഡോക്ടറെ. ഈ ഡിസ്കഷൻ എന്തെങ്കിലും ചോദ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെ? അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചൂടെ? ചോദിക്കാം. പക്ഷേ ഇന്നെനിക്കൊരു ഡൗട്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ സ്റ്റാഫായിട്ട് വന്നതാണ്. നമ്മൾ സെൽഫ് കെയറും മൈൻഡ്ഫുൾനെസ്സും. നമ്മൾ സെൽഫ് കെയർ ചെയ്യുമ്പോൾ എല്ലാവരുടെയും ആഗ്രഹം സെൽഫ് കെയറും മൈൻഡ്ഫുൾനെസ്സും. അതായത് സെൽഫ് കെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയാ, നമുക്ക് ഇഷ്ടമുള്ള സോളോ ട്രിപ്പ് പോവുക, നമുക്ക് അതായത് ഒരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ. ഫോർ ഹാപ്പിനെസ് വി ഹാവ് ടു ക്രിയേറ്റ് എ മൂവ്മെന്റ്. സംതിങ് ഡെയിലി നമ്മുടെ റൂട്ടീനിൽ ഇല്ലാത്ത ഒരു മൂവ്മെന്റ് നമ്മൾ ഇഷ്ടമുള്ളത് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു ചിന്താഗതി. അതല്ല, ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഹെൽത്ത് വൈസ് ആൻഡ് മൈൻഡ് സെറ്റിൽ നമ്മൾ തൽക്കാലം നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക. അങ്ങനെ രണ്ട് തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ച് ഡോക്ടർക്ക് എന്താണ്? എനിക്ക് തോന്നിയത് നമ്മൾ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. പക്ഷെ ഇപ്പൊ പ്രചരിക്കുന്നത് നമ്മളിപ്പോ ആണുങ്ങളെ പോലെ തന്നെ നമ്മളിപ്പോ എന്താ പറയാ, നമ്മുടെ ഡെയിലി റൂട്ടീനിൽ ഇല്ലാത്ത ഒരു ഹാപ്പി മൂമെന്റ്സ് പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്യുക. അതാണോ സെൽഫ് കെയർ? അതിനെപ്പറ്റി ചെയ്യുന്നത് സിൻ ഡോക്ടർ പറഞ്ഞ പോലത്തെ രണ്ട് അപ്രോച്ചാണ്. ഞാനിപ്പോ ഈ പറഞ്ഞ റെയിൻ ടെക്നിക്ക് മൈൻഡ്ഫുൾനെസിന്റെ MUCBT, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലെ ഒരു പാർട്ടാണ് ഈ റെയിൻ എന്ന് പറയുന്ന ടെക്നിക്ക്. അപ്പോൾ ഇക്കിഗായുടെ മെത്തേഡ്സ് ആണ് ഞാൻ ആ പറഞ്ഞ നമ്മളുടെ ഈ പ്രസന്റ് ഇക്കിഗായ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ പലപ്പോഴും പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാറുള്ളത്, നമുക്ക് ഈ പറയുന്ന സിസ്റ്റം എല്ലാം മാറ്റിയിട്ട് എല്ലാത്തിൽ നിന്നും ഒളിച്ചോടി പോയി പുതിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഈ ചേഞ്ച് എന്ന് പറയുന്നത് നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്കൊരു ടൂർ പോയിട്ടോ വേറൊരു രാജ്യം കണ്ടിട്ടോ നമ്മൾക്ക് സന്തോഷം ഉണ്ടാക്കണം എന്ന് നിർബന്ധമില്ല. നമുക്ക് നമ്മളുടെ നാട്ടിൽ തന്നെ, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്, നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ ഉണ്ടാവാം. നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ കാഴ്ചയുമായിട്ട് വ്യത്യാസമുണ്ട്. ബിക്കോസ് മൈൻഡ്ഫുള്ളി നമ്മളൊരു കാര്യം കാണുന്നതും നമ്മൾ വെറുതെ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ നമ്മളൊരു കാര്യത്തിനെ പ്രസന്റിനെ എൻജോയ് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് ഈ ഇരിക്കുന്ന ഫ്രെയിമിനെ മാറ്റി പുതിയൊരു ഫ്രെയിം സെറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. യു സ്റ്റാർട്ട് ലവിങ് ദ ഫ്രെയിം വെയർ യു ആർ ഇൻ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങണമെങ്കിൽ നമ്മൾ ആ നിൽക്കുന്ന സ്ഥലത്തിന്റെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ വശത്തോടെ തിരിച്ചറിയണം. എന്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണെങ്കിൽ ആ ഹാൻഡ് റൈറ്റിംഗ് ഞാൻ എഴുതുന്ന സമയത്ത് മൈൻഡ്ഫുൾനെസ്സിന്റെ ഒരു മെത്തേഡാണ്. നമ്മൾ ആ കൈ ആ പെന്നുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ, ആ പെന്നും ആ പേപ്പറും തമ്മിലുള്ള ഇന്ററാക്ഷൻ, അത് പേപ്പറിൽ കൊടുക്കുന്ന പ്രഷർ എത്രമാത്രം, ആ ഒരു ആൽഫബറ്റ്സ് എത്രമാത്രം കേർവിലാണ് പോകുന്നത്, ഞാൻ അതിനെ ഒബ്സർവ് ചെയ്ത് എഴുതി തുടങ്ങിയാൽ ഇറ്റ് ബിക്കംസ് ബ്യൂട്ടിഫുൾ. അറ്റ്ലീസ്റ്റ് ഞാൻ അതിലേക്ക് ഒരു ഫോക്കസ് ചെയ്ത് ഒരൊറ്റ വാക്ക് എഴുതിയാൽ മതി. അപ്പോൾ ആ ഒരു ചേഞ്ച്, ഇറ്റ് ഇസ് ഓൾസോ എ ചേഞ്ച്. അതിന് ആ ചേഞ്ചിന് വേണ്ടി നമ്മൾ വലിയൊരു മാറ്റം റെവല്യൂഷണറി ആയിട്ട് ഉണ്ടാക്കേണ്ടുന്ന ഒരു മാറ്റം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടതില്ല. ബട്ട് ഇറ്റ് ഇസ് എ ചേഞ്ച് ഫ്രം വിത്തിൻ. നമ്മൾ എഫേർട്ട് എടുത്താൽ മാത്രമേ ആ ചേഞ്ച് ഉണ്ടാവുള്ളൂ. കാരണം അതത്ര എളുപ്പമല്ല. കാരണം അതിലേക്ക് നമ്മൾ തിരിച്ചു പോകണമെങ്കിൽ നമ്മൾ കുറെ കാര്യം ഓട്ടോ പൈലറ്റ് പോലെ ചെയ്ത് ശീലിച്ചു പോയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ അത് ചെയ്ത് ശീലും. ആ ചെയ്ത് ശീലിക്കുന്ന കാര്യങ്ങളിൽ നമുക്കൊരു മാറ്റം വരണമെങ്കിൽ കടുക് താളിക്കുമ്പോൾ ഉള്ള ഒരു മണം, കറിവേപ്പില ഇടുമ്പോൾ ഉള്ള ഒരു സ്മെല്ല്, ഉള്ളി ഇടുമ്പോൾ അതിനകത്ത് വരുന്ന മാറ്റം, ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ കുക്കിംഗ് നമുക്ക് ചിലപ്പോൾ മൈൻഡ്ഫുൾ ആവും. ഇത്തരത്തില് ഡെയിലി ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളുടെ ചേഞ്ചുകളെ നോട്ടീസ് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് സ്ഥലം മാറേണ്ടി വരില്ല. ബട്ട് അതും ഒരു മെത്തേഡാണ്. അങ്ങനെ സാധിക്കുന്നവർക്ക് ആ രീതിയിലൂടെ പോയിക്കോട്ടെ. എന്നാൽ അത് എനിക്ക് പറ്റുന്നില്ല എന്ന് ഓർത്ത് എന്റെ ജീവിതം ഡിപ്രഷനിൽ പോകേണ്ട കാര്യമില്ലല്ലോ. ഒരു യാത്ര പോകുന്നതിൽ തെറ്റില്ല. സോളോ ട്രിപ്പ് എന്ന് പറയുന്നതും നല്ലതാണ്, ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ഫോർ യു. അത് പറ്റുന്നില്ലെങ്കിൽ ഐ ഷുഡന്റ് റിഗ്രറ്റ് മൈസെൽഫ് ആൻഡ് എൻഡ് മൈ ലൈഫ് വിത്ത് ഇറ്റ്. ക്ലിയർ ആയി തോന്നുന്നു. ഇന്ന് എനിക്ക് കിട്ടിയൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ. ഇനി ആരെങ്കിലും? ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. പറഞ്ഞ പോലെ നോ പറയാനുള്ള സ്കില്ല് നമ്മൾ വളർത്തണം എന്നുള്ളത് പറഞ്ഞു. അതുപോലെ ഗ്രോത്ത് ഡയറി എഴുതുന്ന കാര്യം പറഞ്ഞു. ഇതൊക്കെ നമുക്ക് ഫോളോ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ നമ്മുടെ ഹാപ്പിനെസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് റിയലൈസ് ചെയ്യാൻ തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൽ സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ഹാപ്പിനെസ് നമുക്ക് പേഷ്യൻസിലേക്കും സ്പ്രെഡ് ചെയ്യാറാവട്ടെ. ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
മാം ഗ്രോത്ത് ഡയറിയുടെ കാര്യം മിസ്സായിപ്പോയി. ഗ്രോത്ത് ഡയറി ഡെയിലി പ്രോഗ്രസ് എഴുതാമെന്നാണോ ഉദ്ദേശിച്ചത്? നമ്മൾ നമ്മളുടെ ഒരു ജേർണലിംഗ് പോലെ, സെൽഫ് ജേർണലിംഗ് പോലെ നമ്മളൊരു ദിവസത്തിൽ ഉണ്ടായ നമ്മളുടെ ഒരു ചേഞ്ച്, ചിലപ്പോൾ പഠിക്കുന്ന സമയത്താണ് നമ്മൾ പഠിച്ച കാര്യമായിരിക്കാം, എനിക്കാണെങ്കിൽ നമുക്ക് തോന്നിയ ഒരു സക്സസ്ഫുൾ കേസ് ആയിരിക്കാം, ഒരു മരുന്നിന്റെ ഒരു ഒബ്സർവേഷൻ ആവാം, അതല്ലെങ്കിൽ ഞാൻ ഇന്ന് ചെയ്ത എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുതിയൊരു കാര്യമാവാം. അൾട്ടിമേറ്റ്ലി എന്റെ ഈ ഒരു ദിവസത്തെ ജീവിതം കൊണ്ട് വാട്ട് ഡിഡ് യു ആഡ് ഓൺ ടു ഇറ്റ്, എന്റെ ആയുസ്സിൽ എന്റെ ഒരു ദിവസം കൊണ്ട് ഞാൻ എന്താണ് ചേർത്തത്, അത് ഞാൻ എഴുതി സൂക്ഷിക്കുമ്പോൾ എനിക്ക് എന്നോടുള്ള ഒരു സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് അഡ്മിറേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടും. നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആണെന്ന് നമുക്ക് തന്നെ തോന്നും. അങ്ങനെ തോന്നിയാലേ നമുക്ക് ചുറ്റുമുള്ളവർക്ക് തോന്നുള്ളൂ അത്. അപ്പൊ ബാക്കിയുള്ളവർ നമ്മൾ മോശമെന്ന് പറഞ്ഞാലും നമ്മൾ ബെറ്റർ ആണ് എന്ന ഓവർ അഹങ്കാരം ഇല്ലാണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ റിയാക്ഷൻസിൽ വരുന്ന മൈന്യൂട്ട് ചേഞ്ചസ് വരെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ സ്ട്രെസ് വരുമ്പോൾ ഹൗ വി ആർ റിയാക്ടിങ്, അത് ചിലപ്പോൾ ഓവർ റിയാക്ഷൻസിലേക്ക്, ഓവർ സാഡ്നെസ്സിലേക്ക് പോവാറുണ്ട്. ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന, ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിനെ നമുക്ക് സെൽഫായിട്ട് അക്നോർ ചെയ്യാൻ പറ്റും അല്ലേ? നമ്മുടെ ബിഹേവിയർ പണ്ടത്തെക്കാളും ബെറ്റർ ആയി എന്നൊരു ചിന്താഗതി. സെൽഫ് ഗ്രോത്ത് ആണ് നമുക്ക് ചെയ്യാൻ. അഡോളസെന്റ് ഏജിൽ പണ്ട് നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴോ സ്കൂളിൽ പഠിക്കുമ്പോഴോ കരയുന്ന പോലെ അല്ലല്ലോ ഇപ്പൊ നമ്മൾ നമ്മളുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യണത്. നമുക്ക് പ്രായമാവുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഗ്രോത്ത് ഉണ്ട്, പക്ഷെ അത് ഒത്തിരി പ്രായത്തിനനുസരിച്ച് കൂട്ടാതെ നമുക്ക് തന്നെ ഇപ്പോഴേ കുറച്ചുകൂടി ബെറ്റർ ആവാം എന്നുള്ളതാണ് ഇമോഷണൽ ഗ്രോത്തിന്റെ ഏറ്റവും ബേസിക് തിയറി. പിന്നെ ഡോക്ടർ പറഞ്ഞത് റെയിൻ പറഞ്ഞല്ലോ, ദേഷ്യം, സങ്കടം, അതിനെ എങ്ങനെ റിലീസ് ചെയ്യാന്ന്. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയത് ഇറ്റ്സ് ഓക്കെ ടു ബി ആംഗ്രി ആണ്. ഇടയ്ക്ക് ദേഷ്യപ്പെടാം എന്നുള്ളതിനൊരു സ്വാതന്ത്ര്യമാണ് തന്നത് ഡോക്ടർ. ഡോക്ടറെ, എനിക്ക് തുടക്കത്തിലൊന്നും കയറാൻ പറ്റില്ല. കുറച്ച് എന്തൊക്കെയോ ഫോണിന്റെ എന്തോ ഇഷ്യൂ വന്നു, ചാർജ് കുറവായിരുന്നു, അതൊക്കെ ആയിരിക്കും. അപ്പൊ അതിൽ തുടക്കം ഞാൻ കേട്ടിട്ടില്ല. എന്നാലും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് എനിക്കറിയില്ല. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു നമ്മള് സെൽഫായിട്ട് നമ്മളോട് തന്നെ സംസാരിക്കുന്ന കാര്യം. അപ്പൊ കണ്ണാടി നോക്കിയോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹലോ, പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ. കണ്ണാടി നോക്കിയോ മറ്റോ നമ്മുടെ ഇമോഷൻസ് അല്ല, നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ എല്ലാം പറയും. എനിക്ക് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്യൂസ് നമ്മൾ കണ്ണാടി നോക്കി പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, കുഞ്ഞിതായിരുന്നപ്പോൾ സ്കൂളിലൊക്കെ പോയിരുന്ന സമയത്ത്. പക്ഷെ അന്നൊക്കെ എനിക്കിത് കൂടുതലായിട്ടാണ് തോന്നിയിരുന്നത്. നമ്മളത് പറയും തോറും നമ്മുടെ ഇമോഷൻസ് ഒക്കെ കൂടുന്ന പോലെ തോന്നിയിട്ട് അത് നിർത്തിയതാണ് ഞാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രകൃതിയോട് നോക്കിയിട്ടെന്ന് പറഞ്ഞു, അത് ആ ഒരു കാലത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിരുന്ന കാര്യമാണ്. അപ്പൊ അത് പക്ഷെ ഭയങ്കര എഫക്റ്റീവാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും ചിലപ്പോ ഓരോന്നായിരിക്കും അല്ലേ അതിന്, അത് ഓരോ തരത്തിലായി. ചോദിച്ചത് നന്നായി. കണ്ണാടി നോക്കി പറയാനല്ല ഉദ്ദേശിച്ചത്. കണ്ണാടി നോക്കി പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഞാൻ കാണാണ്, എന്റെ വിഷമത്തിനെ വേറൊരാളോട് പറയുന്ന പോലെ ഞാൻ തിരിച്ച് കാണുകയല്ലേ. മറ്റത് നമ്മുടെ ഉള്ളിൽ നമ്മൾ കാണണ്ട. ബേസിക്കലി നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് സംസാരിക്കുമ്പോൾ ഞാൻ മിറർ നോക്കി സംസാരിക്കരുത്. ഞാനിപ്പോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ എനിക്ക് ദേഷ്യം വരാം. ഐദർ ഞാനിപ്പം അടുക്കളയിൽ നിൽക്കുമ്പോഴോ, മോന്റെ അടുത്ത് നിൽക്കുമ്പോഴോ, അല്ലെങ്കിൽ ചിലപ്പം ഓഫീസിലിരിക്കുമ്പോഴോ എപ്പോഴെങ്കിലും ആയിരിക്കലും എനിക്ക് ആംഗ്രോ സങ്കടവും വരാം. ഇതിനെ ഞാൻ അപ്പൊ ഓടിപ്പോയി കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കണ്ട. ആ നിൽക്കുന്നത് എവിടെയാണോ, നിങ്ങൾ എവിടെയാണോ ചെയ്യുന്നത്, എന്താണോ ചെയ്യുന്നത്, ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് ഫ്രെയിം മാറ്റാതെ നമ്മൾക്ക് സംസാരിക്കാൻ പറ്റണം. ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടി അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഈ സമയത്ത് ഞാൻ ചിലപ്പോ കരയാം, ലൈക്ക് ചിലപ്പോൾ ഞാൻ ഇത് എങ്ങനെയാവാം എന്ന് പറഞ്ഞ ഒരു സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ സ്വയം പെറുപെറുക്കണമല്ല. അപ്പൊ പിന്നെ നമ്മൾ മർമറിങ് ആയി എന്ന് പറഞ്ഞ അസുഖത്തിലേക്ക് പോകും. അത് വേണ്ട. ബട്ട് നമ്മുടെ ഉള്ളിൽ സംസാരിക്കാം. അപ്പൊ അത് കുറച്ചുകൂടി സെൽഫ് കെയർ പോലെയാവും, സെൽഫ് ഹഗിങ് പോലെയാവും. മറ്റത് ഞാൻ കാണുകയല്ലേ, അപ്പൊ എനിക്ക് കൂടുതലായിട്ടും എമ്പതി തോന്നും. എമ്പതി അല്ല, ഞാൻ വീക്ക് ആണെന്ന് ഞാൻ തന്നെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ മറ്റൊരാളോട് സംസാരിക്കുന്ന പോലെ അത് വരുള്ളൂ. അതാണ് ചില സമയത്തൊക്കെ ദുഃഖങ്ങൾ പറയും തോറും കൂടുന്നതായിട്ട് നമുക്ക് തോന്നും. ചില പേഷ്യൻസ് വരുമ്പോൾ അവര് സങ്കടം പറയുമ്പോൾ നമ്മൾ അവരുടെ സങ്കടത്തിനെ പറഞ്ഞു പോയാൽ അത് കൂടുള്ളൂ. ചിലപ്പോൾ അവരെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ആ സങ്കടത്തിന്റെ ആ ഒരു ഡെപ്തിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അവർക്ക് തോട്ട് ഡീവിയേഷൻ കൊടുക്കണം. ആ സമയത്ത് നമ്മൾ അതിലേക്ക് പോകാൻ വിടരുത്.
കാരണം അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് അതിങ്ങനെ ഒരു വട്ടത്തിൽ കറങ്ങി കറങ്ങി സ്പൈറലായി പോവുള്ളൂ, അതിനൊരു ഗ്രോത്ത് ഇല്ല. അപ്പൊ സെൽഫ് അക്സെപ്റ്റൻസ് വരണമെങ്കിൽ നമ്മൾ നമ്മളുടെ ഉള്ളിൽ കുറച്ചുകൂടി ഇന്റേണലി അത് പോണം. അപ്പൊ കണ്ണാടി നോക്കി പറയരുതാരും. ചോദിച്ചു നന്നായി. ഡോക്ടർ ഒരു സംശയം. ഇപ്പൊ നമ്മള് ഈ ഇത് പറഞ്ഞല്ലോ, അതായത് മൾട്ടി ടാസ്കിങ്ങിന്റെ കാര്യം പറഞ്ഞു, അത് എത്രത്തോളം ഹെൽത്തിയാണ് നമ്മുടെ നമുക്ക് ഓർമ്മശക്തിയും പല കാര്യങ്ങളും അത് കുറയാനുള്ള സാധ്യതയല്ലേ ശരിക്കും മൾട്ടി ടാസ്കിങ്? ഒരു ടാസ്ക് കയ്യിൽ കിട്ടിയ പരമാവധി അത് തീർത്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളത് ചെയ്തു എന്നുള്ളതെങ്കിലും ഓർമ്മ വരും. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് തന്നെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ അത് മുഴുവനായിട്ട് നമ്മൾ ഉൾക്കൊള്ളൂല്ല, അത് കംപ്ലീറ്റ് ആയി എന്നുള്ള തോന്നില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എന്നുള്ളൊരു തോന്നല് എനിക്കൊക്കെ പ്രത്യേകിച്ച് വരാറുണ്ട്. ഡോക്ടറെ, അത് ലേഡീസിന് ഒരു പക്ഷേ ഒരു കൂടുതലായിട്ട് ഉണ്ടാവുമായിരിക്കാം, അറിയില്ല. നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു സമയവും സന്ദർഭം ഉണ്ടാവുമെന്ന് അറിയില്ല, അതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ അതിന് ബെനിഫിറ്റ് ആണോ ശരിക്കും വെച്ചാൽ അതൊരു ഡീമെറിറ്റ് ആണ്. സ്ത്രീപക്ഷത്തു നിന്ന് സംസാരിക്കുമ്പോൾ ഇത് വളരെയധികം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്, സിംഗിൾ ടാസ്കിങ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ നിവൃത്തികേട് കൊണ്ട് മൾട്ടി ടാസ്കിങ് ചെയ്യേണ്ടി വരുന്നു. പക്ഷെ ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് നമ്മൾ ഡോക്ടർ പറഞ്ഞ പോലെ ബ്രെയിൻ ഏറ്റവും അധികം ടയർസമാണ്. കാരണം ഒന്നിന്ന് സ്വിച്ച് ചെയ്ത് നമ്മൾ മറ്റതിലേക്ക് പോകണം. അപ്പൊ അതിന്റെ ആ ഒരു റാൻഡം മെമ്മറി എന്ന് പറയുന്നത് മറ്റേ വർക്കിംഗ് മെമ്മറി ആയിട്ട് ക്ലാഷ് വരും. ഈ വർക്കിംഗ് മെമ്മറിയിൽ നിന്നാണ് നമ്മുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് ഇത് ഷിഫ്റ്റ് ആവുക. അപ്പൊ ഈ വർക്കിംഗ് മെമ്മറി ഇംപ്ലിമെന്റ് ആയിട്ട് ലൈക്ക് ഒരെണ്ണത്തിൽ തന്നെ ഫോക്കസ് ചെയ്തല്ലോ പോണത്, ഇത് രണ്ടും പാരലൽ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ലോങ് ടേം മെമ്മറി ക്രിയേറ്റ് ആവുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ നമുക്ക് ഓർമ്മ കിട്ടില്ല എന്ന് പറഞ്ഞതും കൺഫ്യൂഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിലേക്ക് എടുക്കേണ്ടതായിട്ട് വരില്ല. ഇപ്പം കുക്കിങ്ങിന്റെ സമയത്ത് അപ്പൊ നമ്മളുടെ ബ്രെയിൻ ഓട്ടോ പൈലറ്റിംഗ് മോഡിലേക്ക് പോകും. നമുക്ക് ശീലമായി മൾട്ടി ടാസ്കിങ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുന്നതിന്റെ കൂടെ മറ്റേ കാര്യം ചെയ്യുന്നു. അതിലേക്ക് നമ്മൾ മെമ്മറീസ് പുതിയത് ക്രിയേറ്റ് ചെയ്യണ്ട. അത് ഹാബിച്വൽ മെമ്മറിയാണ്. അപ്പൊ ഹാബിച്വൽ മെമ്മറിയിലുള്ള കാര്യങ്ങൾ നമ്മൾ മൾട്ടി ടാസ്കിങ് ആയിട്ട് ചെയ്തു പോകും. ഇപ്പം കാർ ഓടിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യും മൾട്ടി ടാസ്കിങ് ആയിട്ട്, അത് നമ്മൾ അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഇറ്റ് ഈസ് എ ഹാബിറ്റ്, നമ്മുടെ ബ്രെയിൻ അതിന് ശീലമായി. പക്ഷെ മെമ്മറൈസ് ചെയ്യപ്പെടേണ്ടുന്ന സ്കിൽഡ് ആയിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ദയവ് ചെയ്ത് ഒരിക്കലും മൾട്ടി ടാസ്കിങ് ആയിട്ട് ചെയ്യരുത്. ഇറ്റ് ടയർസം ഫോർ ബ്രെയിൻ. അത് നമ്മളുടെ സ്കില്ലിനെ കുറയ്ക്കുകയുള്ളൂ, ഒരിക്കലും ആഡ് ഓൺ ആയിട്ട് വരില്ല. നല്ല ഡിസ്കഷൻസ് ആയിരുന്നു എല്ലാവരുടെ അടുത്തുനിന്നും. പിന്നെ ഡോക്ടർ പറഞ്ഞ പോയിന്റ്സ് സോഷ്യൽ ഹെൽത്തിന്റെ കാര്യമായിരുന്നു അതുകൊണ്ടല്ലേ ഡോക്ടറെ? സോഷ്യൽ ക്യാപിറ്റലിന്റെ സെക്ഷൻ. അതെ അതെ, ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് അല്ലേ? വേറെ വെച്ചാൽ മറ്റൊരാളുടെ മനസ്സിൽ നമ്മളെ ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സോഷ്യലി ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും. അത് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതെ. പിന്നെ സെൽഫ് ബ്ലെയിമിങ് പറഞ്ഞോളൂ. അല്ലേ, ഒരു കാര്യം കൂടിയും പറയാൻ. അപ്പൊ നമ്മളായിട്ട് തന്നെ പലപ്പോഴും നമ്മൾ പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കും, പക്ഷെ നമ്മൾ സ്വയമായിട്ട് പല കാര്യങ്ങളും ചെയ്യില്ല. നമ്മുടെ ഒരു ഗട്ട് ഹെൽത്തും നമ്മുടെ ഒരു ഫിസിക്കൽ ക്ലെൻലിനെസ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ചിലപ്പോ നമ്മൾ തന്നെ സ്വയം മരുന്നോ കഷായ കഴിക്കാൻ മടിക്കും, എഴുതി കൊടുക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ അതും നമ്മുടെ ഒരു ഫിസിക്കൽ ഹെൽത്തും നമ്മുടെ ഒരു ഗട്ട് ഹെൽത്തും ഒക്കെ ഇതിന് ഒരു ഹാപ്പിനെസ്സിനെ കൊണ്ടുവരാൻ നല്ലത് തന്നെയാണല്ലോ. അപ്പൊ പലപ്പോഴും ഏറ്റവും കുറവ് ആയുർവേദം ഉപയോഗിക്കുന്നത് ആയുർവേദ ഡോക്ടർമാരാണെന്ന് തോന്നുന്നുണ്ട്. പലപ്പോഴും നമുക്ക് വേണ്ട അല്ലെങ്കിൽ ആയുർവേദ ചേറ്റികളും കൃത്യമായിട്ട് ചെയ്യുന്നതും ഒരു പക്ഷേ ആയുർവേദ ഡോക്ടർമാരിലേക്ക് ഏറ്റവും കുറവായിട്ട്. അപ്പൊ അതും കൂടിയും ഇതിന്റെ കൂടെ ഉൾപ്പെടുത്താവുന്ന തന്നെയല്ലേ? ശരിയാണ്. ആ പറഞ്ഞ ഫുഡ് എന്ന് പറയുന്നതിൽ തുടങ്ങിയാൽ മതി. ഇനി ഒറ്റ സ്ട്രെച്ച് ഭക്ഷണം ഇല്ലാണ്ട് ഒപ്പി നോക്കരുത് രവി ഡോക്ടർ ഒരിക്കലും. താങ്ക് യു ഡോക്ടർ. ശരി, അപ്പൊ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ ഡോക്ടറെ, അപ്പോൾ വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു.